പോർഷൻ കൂടുതലില്ല. പോർഷൻ കൂടുതൽ നോക്കണ്ട. ദ പോർഷൻ കൂടുതൽ എന്ന് പറയാൻ കാരണം ഞാൻ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടല്ലേ. ദ പോർഷൻ കൂടുതൽ പറയാൻ കാരണം ഞാൻ അത്ര ഇൻ ഡെപ്തിൽ പഠിപ്പിക്കുന്നുണ്ടല്ലേ. എനിക്ക് വേണമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് പഠിപ്പിക്കാമല്ലോ. എന്താണ് അതും ഇതും മാത്രം പറഞ്ഞേ മതിയോ. എനിക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ ഞാൻ 2-3 മണിക്കൂർ കൊണ്ട് ഓരോ സിസ്റ്റം പഠിപ്പിക്കാമല്ലോ. എനിക്ക് വേണമെങ്കിൽ 2-3 മണിക്കൂർ കൊണ്ട് ഓരോ സിസ്റ്റം പഠിപ്പിക്കാമല്ലോ. ശരിയാണോ? എനിക്ക് വേണമെങ്കിൽ ഒരു 5 മണിക്കൂർ കൊണ്ട് ഒരു സിസ്റ്റം, അടുത്ത 5 മണിക്കൂർ സിസ്റ്റം തീർക്കാമല്ലോ. പക്ഷെ എന്റെ കീഴിൽ ടൈം ടേബിൾ ഉണ്ട്. പഠിക്കുന്ന കുട്ടികൾ എന്താണ് അവിടെ നിന്ന് ഇവിടെ നിന്ന് പഠിച്ചുകൊണ്ട് ഈ പറ്റിക്കപ്പെടരുത്. കേൾക്കുണ്ടോ? പഠിക്കുന്ന കുട്ടികൾ അവിടെ നിന്നും ഇവിടെ നിന്നും പഠിച്ചുകൊണ്ട് പോയി ഒരു ജീവിതമല്ലേ ഉള്ളൂ, നഷ്ടപ്പെടുത്തണോ? ആലോചിച്ച് നോക്കുക. കുറെ ഇത് മാത്രം ചോദിക്കുമെന്ന് ഞാൻ പഠിപ്പിച്ചു വിടുന്നു. അത് ചോദിച്ചിട്ട് എന്ത് ചെയ്യും? ഇത് മാത്രം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കുറെ തിയറി പഠിപ്പിക്കുന്നു. അത് പഠിക്കുന്നു, കിട്ടിയില്ല. ആ നഷ്ടം ആർക്കാ? നിങ്ങൾക്ക്. ശരിയാണോ? കുറെ ഇത് മാത്രം ചോദിക്കുമ്പോൾ ഇപ്പോൾ പലരും പഠിപ്പിക്കും പോലെ ഈ തിയറി മാത്രം പഠിച്ചാൽ മതി. എല്ലാം സമ്മർ രൂപത്തിൽ പഠിച്ചുകൊണ്ട് പോകുമ്പോൾ ചോദിച്ചില്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്കാണ്. അതേസമയം ഞാൻ ഈ പഠിപ്പിക്കും പോലെ വളരെ ഇൻഡെപ്തായിട്ട് പഠിച്ചിട്ട് മാക്സിമം ചോദ്യം കിട്ടിയാൽ ആർക്കാ ലാഭം? ഞാൻ ഈ മാക്സിമം എന്താണ് പഠിപ്പിക്കുന്ന സമയത്ത് അത് ലാഭം ആർക്കാ? നിങ്ങൾക്കല്ലേ റാങ്കിൽ വന്നൂടെ? ബാക്കിയുള്ള മുന്നിൽ റാങ്കിൽ എത്തിക്കൂടെ? ഞാൻ എപ്പോഴും പഠിപ്പിക്കുന്നത് റാങ്കിന് വേണ്ടിയാ, അല്ലാതെ അവിടെ നിന്ന് ഇവിടെ നിന്ന് കുറെ പറഞ്ഞ് ഇത് ചോദിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല. ഇനി എത്ര സിസ്റ്റം കിട്ടണം നിങ്ങൾക്ക്? ഇനി എത്ര സിസ്റ്റം പഠിപ്പിക്കാനുണ്ട്? ആർക്കും പറയാം ഇനി എത്ര സിസ്റ്റം ഉണ്ട്? ഇനിയും OBG കഴിഞ്ഞു, ഇന്ന് പീഡിയാട്രിക് ആവറായി. അത് എന്റെ കുറെ കിട്ടിക്കാണും. ആർക്ക് റെക്കോർഡ് കിട്ടാനുണ്ടോ? ഇത് ബേസിക്സ് കിട്ടിക്കഴിഞ്ഞു. റെക്കോർഡ് ക്ലാസ് കിട്ടാനുണ്ടോ? CBS ലാസ്റ്റ്. CBS കാർഡിയോ എപ്പോഴും ലാസ്റ്റ് കേട്ടോ. CBS CNS ലാസ്റ്റ്. സോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമോ? ഞാൻ പറഞ്ഞു 1-2 ക്വസ്റ്റ്യൻ ചോദിക്കും അല്ലേ. ഞാൻ പറഞ്ഞു ഇത് ഗ്രൂപ്പ് പറഞ്ഞു 1-2 ക്വസ്റ്റ്യൻ ചോദിക്കില്ലേ. അതെന്താ മനസ്സിലാവും? എന്താണ് മനസ്സിലാവും? സൈക്കാട്രി പഠിപ്പിക്കണം കുറച്ചുകൂടെ. ഇത്ര പിടില്ല. സൈക്കാട്രി ഇത്ര ഇല്ല. സൈക്കാട്രി ഫുൾ മലയാളമാണ്. ഇത് ഭ്രാന്ത് പിടിക്കും. റിസർച്ച് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് റെക്കോർഡ് കിട്ടിയായിരുന്നോ? കിട്ടിയല്ലോ. വായിച്ചല്ലോ. പഠിച്ചു. അത് ഇപ്പൊ ആൾ കിട്ടാനുണ്ടോ? റിസർച്ച് അഡ്മിനിസ്ട്രേഷൻ ആരെയും കിട്ടാണ്ടില്ലല്ലോ. ആരുണ്ട് പറയട്ടോ? ആരെയും കൊണ്ട് പറയാം. ലൈവ് ഒക്കെ ഉണ്ട്. ഞങ്ങളുണ്ട്. ലൈവ് ഒക്കെ ഉണ്ട്. സോ സ്റ്റാർട്ട് ചെയ്യാം. ചാപ്റ്റർ ആണ് ദ പ്രീ ടൈം ബേബി. ഇല്ലെങ്കിൽ ദ പ്രിമച്യൂരിറ്റി. ഞാൻ പഠിപ്പിക്കാം, പക്ഷെ നിങ്ങൾ സമയം കണ്ടെത്തിയാൽ മതി. ഞാൻ പഠിപ്പിക്കാം, പക്ഷെ നിങ്ങളുടെ ഇന്ന് ജോലിയില്ലേ, അവർ സമയം കണ്ടെത്തുള്ളൂ. ഞാൻ പഠിപ്പിക്കാം, നിങ്ങളുടെ ജോലിയിൽ സമയം കണ്ടെത്തുമോ? കിട്ടും. എല്ലാം കിട്ടും. ഞാൻ പഠിപ്പിക്കും, നിങ്ങൾ ജോലി സമയം കണ്ടെത്തുമോ? ഞാൻ പഠിപ്പിക്കും. ജോലിയിൽ കിട്ടാത്തവരും കിട്ടിയവരും സമയം കണ്ടെത്തുമോ? ഞാൻ പഠിപ്പിക്കും. കാരണം അത്രയും ഇൻ ഡെപ്ത് ആയിട്ട് ഓരോ ക്ലാസ്സും അവിടെ നിന്നും ഇവിടെ നിന്നും പറഞ്ഞു പോയി. ഇന്നത്തെ ക്ലാസ് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ പറഞ്ഞ 2 ചോദ്യം ചോദിക്കുക പറഞ്ഞ ആ ഒരു കാര്യം ഇന്ന് മനസ്സിലാവും. സ്റ്റാർട്ട് ചെയ്യാം. 2 ചോദ്യം ചോദിക്കുമെന്ന് പറഞ്ഞെങ്കിൽ കാര്യമില്ലേ അല്ലേ? ലാസ്റ്റ് എവിടെ പഠിച്ചു? അസ്പെക്സിയ ആണോ? നിയോനേറ്റർ ആണോ? ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് അസ്പെക്സിയ നിയോനേറ്റർ ആണോ? ലാസ്റ്റ് ക്ലാസ്സിൽ കറക്റ്റ് ഓർഡറാ. അസ്പെക്സിയ നിയോ എല്ലാം പറഞ്ഞേ. കിട്ടാത്തേക്കൂടെ പറയേ. ഞാൻ എല്ലാം വീണ്ടും പഠിപ്പിക്കും. അസ്പെക്സിനേറ്റർ അല്ലേ ആണ്. ഇതിനിടെ ഒരു കാര്യമുണ്ട്. അനാവശ്യമായിട്ട് ഒരു അസുഖം ഉണ്ടാക്കി വെക്കരുത്.
അത് ഞാൻ പറയേണ്ട കാര്യമാണ്. അനാവശ്യമായിട്ട് അസുഖം ഉണ്ടാക്കി വെക്കരുത്. അടുത്ത 2 മാസത്തേക്ക് ഇത് പുറത്തു നിന്നും അതേ ഇത് വെള്ളം കുടിക്കുകയോ അതേ ഫുഡ് ഒന്നും കഴിച്ച് അനാവശ്യമായിട്ട് അസുഖം ഉണ്ടാക്കി വെക്കരുത്. ഓക്കെ, അത് നിങ്ങളാണ് ശരി, ഹസ്ബൻഡിന് ശരി, കുട്ടിയാണ് ശരി, അച്ഛനാണ് ശരി, അമ്മയാണ് ശരി, എല്ലാവരും ഒരുപോലെയല്ലേ? എല്ലാവർക്കും വന്നാൽ ഒരുപോലെയല്ലേ? നിങ്ങൾക്ക് വന്നാലും അമ്മയ്ക്ക് വന്നാലും അച്ഛന് വന്നാലും കുട്ടിക്ക് വന്നാലും ഹസ്ബൻഡിന് വന്നാലും ഒരുപോലെയല്ലേ? അല്ലേ? സമയം പോകുന്ന നിങ്ങളല്ലേ? സമയം പോകുന്ന നിങ്ങളല്ലേ? അതുകൊണ്ട് അടുത്ത 2 മാസത്തേക്ക് എന്താണ്, ഞാൻ ഇന്ന് ഫുഡ് ഉണ്ടാക്കാം. ഇന്ന് വെളിയിൽ പോണ്ട, ഞാൻ ഉണ്ടാക്കിത്തരാം. ഇതുവരെ അങ്ങനെ ഇല്ലായിരുന്നു, പക്ഷെ ഇന്നാണ്. ഇനി ഞങ്ങൾ പ്രത്യേകിച്ച് ഞാൻ ഉണ്ടാക്കിത്തരാം. അല്ലെ, ഞാൻ ഉണ്ടാക്കിത്തരാം. ഇതുവരെ എന്താണ്, വേണമെങ്കിൽ കഴിക്കും. ഇനി എന്താണ്, ഞാൻ തരാം. ഞാൻ ഇഷ്ടപ്പെട്ട എന്തും ഉണ്ടാക്കിത്തരാം. വീട്ടിൽ ഇരുന്നാൽ മതി, ഒന്ന് വെളിയോട്ടേ പോകണം, ശരിയല്ലേ? വീട്ടിൽ ഇരുന്നാൽ മതി, ഇരുന്ന് സമാധാനം തരിക. അസുഖം ഉണ്ടാക്കി വെക്കരുത്. ഞാൻ ഉണ്ട് ഇവിടെ, അത് ശരിയല്ലേ? ഞാൻ എന്ത് വേണേ തരാം. എന്നെ പഠിക്കാൻ വിട്ടാൽ മാത്രം, അല്ലേ? എന്നെ പഠിക്കാൻ അനുവദിച്ചാൽ മാത്രമേ. കാരണം ഇന്ന് കുട്ടി മെസ്സേജ് അയച്ചു, സാർ ഹോസ്പിറ്റലിലാണ് സാർ, എന്ത് വലിയ പ്രശ്നങ്ങളാണ്, വലിയ പ്രശ്നമാണ്, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം? ഇന്ന് കുട്ടി മെസ്സേജ്, സാർ ഞാൻ ഹോസ്പിറ്റലിലാണ്, എന്ത് ചെയ്യണം എന്ന് പറയാൻ പറ്റുമോ? ചെറിയ ആശ്വാസമൊക്കെ പറയാൻ പറ്റുമോ? പറ്റില്ല. അസുഖം ഉണ്ടാക്കി വെക്കരുത്. അസുഖം ഇനി അങ്ങോട്ടൊന്നും ഉണ്ടാക്കി വെക്കരുത്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? അസുഖമൊന്നും അനാവശ്യമായിട്ട് ഉണ്ടാക്കി വെക്കരുത്. അനാവശ്യ ഫുഡുകൾ ഒന്നും കഴിക്കരുത്. പുറത്ത് നിന്നും കഴിക്കൂടെ? ആർക്ക് വേണ്ടിയാ? പറയേണ്ട ആവശ്യമുണ്ടോ? സോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് 2-3 ക്വസ്റ്റ്യൻ ചോദിക്കും. സോ നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്തു, ഫിംഗർ മെത്തേഡ് അല്ലേ? അസ്ഫെക്സിയ ദ ന്യൂ നേറ്റോറം വരെയല്ലേ പഠിച്ചത്? ഞാൻ അവിടെയും വീണ്ടും പറഞ്ഞു 10 ചോദ്യം പീഡിയാട്രിക് നേഴ്സ് ചോദിക്കൂല്ലേ? അവിടെ പറഞ്ഞു 10 ചോദ്യം പീഡിയാട്രിക് ചോദിക്കുന്നത് പറഞ്ഞു. അതിൽ ഫസ്റ്റ് ഭാഗം ക്ലിയർ ആയല്ലോ. സെക്കൻഡ് ഭാഗം ഇത് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് എത്ര ചോദ്യം ചോദിക്കുന്നു പറഞ്ഞു. ഗ്രൂപ്പിൽ എത്ര ചോദ്യം ചോദിക്കു പറഞ്ഞു. ഫസ്റ്റ് ക്ലാസ്സിൽ നിന്ന് 3 ചോദ്യം, സെക്കൻഡ് ക്ലാസ് എത്ര പറഞ്ഞു? 2 അല്ലേ? 2 ആണോ? 2 ചോദ്യം ചോദിക്കു പറഞ്ഞു. സോ സ്റ്റാർട്ട് ചെയ്യാം. ദ ക്ലാസ് ഈസ് സ്റ്റാർട്ടിങ്. ദ പ്രീ ടൈം ബേബി അല്ലെങ്കിൽ ദ പ്രീമച്യൂരിറ്റി, ദ പ്രീ ടൈം ബേബി അല്ലെങ്കിൽ ദ പ്രീമച്യൂരിറ്റി എന്ന് പറയുന്നത് എന്താണ്? ദ പ്രീ ടൈം ബേബി അല്ലെങ്കിൽ ദ പ്രീമച്യൂരിറ്റി എന്ന് പറയുന്ന ആരെയാണ്? നമ്മൾ ആരാണ് എപ്പോഴും ദ പ്രീ ടൈം ബേബി അല്ലെങ്കിൽ ദ പ്രീമച്യൂരിറ്റി എന്ന് പറയുന്ന ആരെയാണ്? ദ ബേബി ബോൺ ബിറ്റ്വീൻ എപ്പോഴാ? ബേബി ബോൺ ബിറ്റ്വീൻ എപ്പോഴാ? 37 വീക്കിന് മുമ്പാണോ? ബേബി ദ ബോൺ ബിഫോർ 37 വീക്കല്ലേ? 37 വീക്കിന് മുമ്പോ? 37 വീക്കിന് മുമ്പോ? അതെങ്ങനെയാ പറഞ്ഞേ? ചോദ്യം വരും. 37 വീക്കിന് മുൻപായിട്ടോ അതോ 259 ദിവസത്തിന് മുമ്പോ ജനിച്ച കുട്ടികളാണോ? എക്സാക്ട് ആയിട്ട് കേരള PSC എക്സാമിൽ ചോദിക്കും. 37 വീക്കിന് മുൻപായിട്ടോ 37 വീക്കിന് മുൻപായിട്ടോ അതോ 259 ദ ഡേയ്സ് ഓഫ് ജസ്റ്റേഷൻ മുമ്പോ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ പറഞ്ഞ പേരെന്താ? 37 വീക്കിന് മുമ്പോ 259 ദിവസം മുൻപേ ജനിക്കുന്ന കുട്ടികളെ പറഞ്ഞ പേരെന്താ? ദ പ്രീ ടൈം ബേബി അല്ലേ? 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 ഇതിനെ വേറെ ഒരു രീതി കൂടെ പറയാം. നിങ്ങൾ പഠിക്കാതെ പോയ രീതിയാണ്. വേറെ ഒരു രീതി കൂടെ പറയാം. 20 വീക്കും ആ 37 വീക്കിനകത്ത് കുട്ടിയാണോ? കുട്ടികൾ 20 വീക്കിനും 37 വീക്കിനും അകത്ത് ജനിക്കുന്ന കുട്ടികളാണോ? അങ്ങനെയും പറഞ്ഞുകൂടെ? 20 വീക്കിനും 37 വീക്കിനും അകത്ത് ജനിക്കുന്ന കുട്ടികളെ എപ്പോഴും പറഞ്ഞു വേക്കെന്താ പേരെന്താ? പ്രീ ടൈം ബേബി അല്ലേ? 20 വീക്കിനും 37 വീക്കിനും അകത്ത് ജനിക്കുന്ന കുട്ടികൾ എപ്പോഴും പ്രീ ടൈം ബേബി എന്ന് പറയുന്നത്. പ്രീ ടൈം പറഞ്ഞൂടെ? പറയാൻ. സോ ഇതിനകത്ത് കുറെ കാറ്റഗറി ഉണ്ട്. ദ പ്രീ ടൈം തന്നെ കുറെ കാറ്റഗറീസ് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സ്റ്റാർട്ട് ചെയ്യാം. ഇത്രയും ക്ലിയർ ആയല്ലോ? ആർക്കൊക്കെ കുറച്ചു സമയം കൂടുതൽ പഠിക്കാൻ താല്പര്യമുണ്ടോ? ആർക്കെങ്കിലും കുറച്ച് സമയം കൂടുതൽ പഠിക്കാൻ താല്പര്യമുണ്ടോ? എന്നെങ്കിലും ഒരു സാധിച്ചു പറയട്ടെ. ഒരു ദിവസം
ആലോചിച്ച് പറയട്ടെ, എന്തെങ്കിലും ദിവസം പറയട്ടെ. ഞാൻ എന്റെ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യാം, ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യാം. കാണുന്നുണ്ട് ഇന്നാരെങ്കിലും ഈ കഴിഞ്ഞ ദിവസം റിസൾട്ട് കണ്ടോ ആരെങ്കിലും? ഇന്ന് കഴിഞ്ഞ ദിവസം ആരെങ്കിലും ഇത് റിസൾട്ട് കണ്ടോ ആരെങ്കിലും? ഇന്നലെ ഞാനോ ഇപ്പൊ ഗ്രൂപ്പിൽ നിന്ന് കണ്ടല്ലോ. ആ കുട്ടി വേറെ ബുക്കൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു. ഞാൻ പറയുന്ന കാര്യം മാത്രം പഠിച്ചോണ്ട്, ഞാൻ പറയുന്ന അത് മാത്രം പഠിച്ച ആൾക്കാരാണ്. സോ ഇത് കാറ്റഗറി നോക്ക്, കാറ്റഗറി ഇത് മാത്രം മതി എന്ന് പറയുന്ന നോട്ട് അറിയാലോ. എന്റെ നോട്ട് കണ്ട ആൾക്കാർക്ക് അറിയാം, നോട്ടിന്റെ പ്രത്യേകത അറിയാലോ. എന്റെ നോട്ട്സ് കാണുന്ന ആൾക്കാർക്ക് അറിയാം, നോട്ട്സിന്റെ പ്രത്യേകത അറിയാലോ. പ്രത്യേകിച്ച് വേറെ ബുക്കുകളിലൊന്നും കാണാത്ത കാര്യങ്ങൾ നോട്ട്സിനകത്തുണ്ട്. അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ് അറിയിക്കേണ്ട ആവശ്യമില്ല. എനിക്കൊരു നോട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ദിവസം 6 മണിക്കൂർ എടുക്കും. സത്യം പറഞ്ഞു, ഒരു നോട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ദിവസം 6 മണിക്കൂർ എടുക്കും. 6 to 7 മണിക്കൂർ എടുക്കും കേട്ടോ. ഒരു ദിവസം 6 മണിക്കൂർ എടുക്കും. അത്ര റെഫറൻസ് ഉണ്ട്. കാരണം ലേറ്റസ്റ്റ് പാറ്റേൺ പഠിപ്പിക്കും കേട്ടോ. പഴയ ടെക്സ്റ്റ് ബുക്ക് ഒന്നും ലേറ്റസ്റ്റ് പഠിക്കും കേട്ടോ. സോ ദ കാറ്റഗറി ഒക്കെ ഗുഡ് നോട്ട് മാത്രമല്ല, ഗുഡ് നോട്ട്സ് മാത്രം പഠിക്കുമാണെങ്കിലും ഗുഡ് നോട്ട്സ് പഠിക്കണം. കാറ്റഗറീസ് സ്റ്റാർട്ട് ചെയ്യും. എല്ലാവരും ഈ പറഞ്ഞ് ഞാൻ സെപ്പറേറ്റ് ഗ്രൂപ്പ് തുടങ്ങി ഇത് റെക്കോർഡ് ക്ലാസ് എന്ന് ഒരു ഗ്രൂപ്പ് കിട്ടിയായിരുന്നു. റെക്കോർഡ് ക്ലാസ് ഗ്രൂപ്പ് കിട്ടിയായിരുന്നു അല്ലെങ്കിൽ ലിങ്ക് കിട്ടിയായിരുന്നു? എല്ലാം ഉണ്ടല്ലോ. അതിപ്പോ പഴയ കോഴ്സ് റെക്കോർഡിങ് കറക്റ്റ് ഓർഡർ ഇട്ടിട്ടെ. ഞാൻ പഠിപ്പിക്കുമെങ്കിലും പഴയ എക്സാമിന് ചോദിച്ച് കുറെ റെക്കോർഡ് ഇട്ടിട്ട് ഇന്ന് വരെ ഇട്ടില്ല. പഠിപ്പിക്കുമെങ്കിലും ഇട്ടിട്ടെ. ഞാൻ പഠിപ്പിക്കും എങ്കിലും ഇട്ടിട്ടെ. ഇന്ന് വരെ ഇട്ടില്ല. ഇതുവരെ എനിക്ക് ഞാൻ പഴയ ഒരു ക്ലാസ് പ്രൊമോട്ട് ചെയ്യാനുള്ളതാണ്, എങ്കിലും ഇട്ടിട്ടെ. വേണമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ദ കാറ്റഗറീസ് നോക്കാം. സോ ദ പ്രീ ടൈം ബേബി നമുക്ക് എത്ര കാറ്റഗറി ഡിവൈഡ് ചെയ്യാൻ പറ്റും? പ്രീ ടൈം ബേബി എന്ന് പറയുമ്പോൾ ഒറ്റ കാറ്റഗറി ആണോ? പ്രീ ടൈം ബേബി ഒറ്റ കാറ്റഗറി ആണോ? അല്ല. നമുക്ക് തന്നെ വേറെ കുറെ കാറ്റഗറി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇല്ല, ഒന്നല്ല. സോ ഫസ്റ്റ് വൺ ഇസ് ദ എക്സ്ട്രീം. ദ പ്രീ ടൈം എന്ന് പറയുന്നത് എക്സ്ട്രീംലി ദ പ്രീ ടൈം. കഴിഞ്ഞ എക്സാമ്പിൾ ചോദിച്ചത് പറഞ്ഞു. എക്സ്ട്രീംലി പ്രീ ടൈം എന്ന് പറഞ്ഞാൽ എത്ര വീക്കിനകത്തുള്ളതാ? എത്ര ജസ്റ്റേഷൻ വീക്കിനുള്ളതാ? എക്സ്ട്രീംലി പ്രീ ടൈം എന്ന് പറഞ്ഞാൽ എത്ര ജസ്റ്റേഷനുള്ള? ദ ബോൺ ബിറ്റ്വീൻ ഓർ ലെസ് ദാൻ ഓർ ദ ഗ്രേറ്റർ ദാൻ. എത്രയാ? 28 വീക്കിന് താഴെയാണോ? 28 വീക്കിന് താഴെ ജനിക്കുന്ന കുട്ടികളിൽ പേരാണോ എക്സ്ട്രീംലി പ്രീ ടൈം? 28 വീക്ക് ഓഫ് ജസ്റ്റേഷൻ താഴെ ജനിക്കുന്ന കുട്ടികളെ പറയുന്ന പേരെന്താ? 28 വീക്ക് ഓഫ് ജസ്റ്റേഷൻ താഴെ ജനിക്കുന്ന കുട്ടികളിൽ നിന്ന് എക്സ്ട്രീംലി പ്രീ ടൈം. ഒന്നാമത്തെ കാറ്റഗറിയാണ്, മറക്കരുത്. 28 വീക്കിന് താഴെ ജനിച്ചാൽ എക്സ്ട്രീംലി പ്രീ ടൈം വിളിക്കാം. ഇനി നെക്സ്റ്റ് കാറ്റഗറി നെക്സ്റ്റ് ആണെങ്കിൽ എന്താ? വെരി പ്രീ ടൈം. വെരി പ്രീ ടൈം എത്രയാ? 28 തൊട്ട് 32 വീക്കിനകത്ത്. വെരി പ്രീ ടൈം എന്ന് പറഞ്ഞാൽ 28 വീക്ക് തൊട്ട് 32 വീക്കിനകത്ത് ജനിക്കുന്ന കുട്ടികൾ വിളിക്കാം വെരി പ്രീ ടൈം വിളിക്കാം. 28 മുതൽ 32 വീക്കിനകത്ത് ജനിക്കുന്ന കുട്ടികളെ വെരി പ്രീ ടൈം എന്ന് വിളിക്കാം. ഇനി എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ് മോഡറേറ്റ് എത്രയാ? മോഡറേറ്റ് പ്രീ ടൈം. 32 വീക്ക് തൊട്ട് 37 വീക്കിനകത്ത് ജനിക്കുന്ന കുട്ടികൾ വിളിക്കാം മോഡറേറ്റ് പ്രീ ടൈം വിളിക്കാം. ചോദ്യം വരും, ആരെയാണ് ദ വെരി പ്രീ ടൈം വിളിക്കുന്നത്? എത്രാമത്തെ വീക്ക് ഓഫ് ജസ്റ്റേഷൻ വരുന്ന കുട്ടികളെയാണ് വെരി പ്രീ ടൈം വിളിക്കുന്നത്? എത്രയാ? വെരി 28 തൊട്ട് 32. ആരെയാണ് ദ എക്സ്ട്രീംലി ദ പ്രീ ടൈം വിളിക്കുന്നത്? എക്സ്ട്രീംലി 28 വീക്കിന് താഴെയാണെങ്കിൽ എക്സ്ട്രീംലി അല്ലേ? ഇനി ആരെന്ത് മോഡറേറ്റ് തരാ? 32 തൊട്ട് 37 അല്ലേ? സോ ഇതാണ് ദ കാറ്റഗറീസ് ഓഫ് ദ പ്രീ ടൈം. കിട്ടിയോ? കാറ്റഗറീസ് ഓഫ് പ്രീ ടൈം കിട്ടിയോ? ഇത് എക്സ്ട്രീംലി ദ പ്രീ ടൈം എപ്പോഴും ചോദിക്കും. എത്ര അടിക്കും? എക്സ്ട്രീംലി ദ പ്രീ ടൈം എത്രയാ? എക്സ്ട്രീംലി ദ പ്രീ ടൈം എത്ര ആയിരിക്കും? ലെസ് ദാൻ 28 വീക്ക് ഓഫ് ജസ്റ്റേഷൻ താഴെയാണോ? 28 വീക്കിന് താഴെയാണെങ്കിൽ എക്സ്ട്രീംലി വിളിക്കാം അല്ലേ?
ഇനി 28-32 ഇടയിലാണെങ്കിലും 28-32 ഏത് വിളിക്കാം? വെരി പ്രിട്ടി വിളിക്കാം അല്ലെ. ഇനി ദ മോഡറേറ്റ് എന്ന് പറയുമ്പോൾ 32 തൊട്ട് 37 വീക്കിനകത്താണെങ്കിൽ മോഡറേറ്റ് എന്ന് വിളിക്കാം. ക്ലിയർ 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 ഫസ്റ്റ് എക്സാമിൽ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യം പറഞ്ഞിട്ടെ. 28 വീക്കിന് താഴെ എന്ത് വിളിക്കുമെന്ന് ചോദ്യം വരാറുണ്ട്. 28 വീക്കിന് താഴെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ചോദിക്കും പറഞ്ഞിട്ടുണ്ട്. 28 വീക്കിന് താഴെയാണ് എന്ത് വിളിക്കും? എക്സ്ട്രീംലി അല്ലേ? എക്സ്ട്രീംലി. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ജസ്റ്റേഷണൽ ഏജ് അസസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ജസ്റ്റേഷണൽ ഏജ് അസസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്കെയിൽ ഒരു പേരുണ്ട്. ഏത് സ്കെയിലാണ്? ദ ന്യൂ ബെല്ലാർഡ് സ്കെയിൽ ആണോ? ദ ന്യൂ ബെല്ലാർഡ് സ്കെയിൽ ആണോ? ദ ജസ്റ്റേഷണൽ ഏജ് അസസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്കെയിലിന്റെ പേര് ദ ന്യൂ ബെല്ലാർഡ് സ്കെയിൽ. ഇത് കേരള PSC എക്സാം പ്രീവിയസ് ചോദ്യമല്ലേ? റെഡ് മാർക്ക് കൊണ്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. കേരള PSC എക്സാം പ്രീവിയസ് ചോദ്യമല്ലേ? അല്ലെ? ദ ജസ്റ്റേഷണൽ ഏജ് അസസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്കെയിലിന്റെ പേര് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. ദ ന്യൂ ബെല്ലാർഡ് സ്കെയിൽ എന്താണ്? ദ ജസ്റ്റേഷണൽ ഏജ്. കണ്ടുണ്ടോ? ഉണ്ട്. ആ ചോദ്യം വേറൊന്നുമല്ല, സ്കോറിംഗ് ചോദിക്കാറില്ല. സ്കോറിംഗ് അധികം ചോദിക്കാതെ എന്തിനു വേണ്ടി യൂസ് ചോദ്യം പറയട്ടെ. സ്കോറിംഗ് അധികമായിട്ട് സ്കോറിംഗ് ചോദിക്കാതെ സ്കോർ ചോദിക്കില്ല. പക്ഷെ എന്തിനാണ് ഈ പറഞ്ഞ ന്യൂ ബെല്ലാർഡ് സ്കെയിൽ എന്തിന് യൂസ് ചെയ്ത് എപ്പോഴും ചോദിക്കാറുണ്ട്? ഇതിന് വേണ്ട ദ ജസ്റ്റേഷൻ ഏജ് അസസ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ദ ജസ്റ്റേഷൻ ഏജ് അസസ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ദ ന്യൂ ബെല്ലാർഡ് സ്കോർ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ക്ലിയർ ക്ലിയർ. ആരെങ്കിലും ആ റെക്കോർഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുണ്ടോ? റെക്കോർഡ് ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടി ആരെങ്കിലും ഉണ്ടോ? ജോയിൻ ചെയ്യേ ചെയ്യോ? ചെയ്യുമോ? ഇനി ഉപയോഗപ്പെട്ടെ RTDM ഇന്ന് മോർണിംഗ് ക്ലാസ് പോകണം. മോർണിംഗോ ആഫ്റ്റർനൂണോ ഇത് ക്ലാസ് പോകണം. ഇതല്ലാതെ ഇപ്പൊ ലൈവ് വെക്കൊണ്ടിരിക്കുകയാണ്. അതല്ലാതെ സെപ്പറേറ്റ് ആവണം. ഇത് കറക്റ്റ് കാണുന്ന ക്ലാസ്സാ, കറക്റ്റ് പോകുന്ന ക്ലാസ്സാ. ഇത് കറക്റ്റ് പോകുന്ന ക്ലാസ്സാ. ഇതല്ലാതെ വീണ്ടും റിവിഷൻ ആയിട്ടോ വേണം. ടൈമല്ല, വേണമെങ്കിൽ എന്താണ്, ഞാൻ വേണമെങ്കിൽ ഇത് ക്രാഷ് വെച്ച് തുടങ്ങട്ടെ. വേണമെങ്കിൽ ക്രാഷ് എന്ന് പറഞ്ഞ് ഒരു ബാച്ച് തുടങ്ങട്ടെ. ഇത് ക്രാഷ് എന്ന് പറഞ്ഞു. പക്ഷെ ആ പറഞ്ഞ ഗ്രൂപ്പ് ഷെയർ ചെയ്യണം. ഗ്രൂപ്പ് ഞാൻ ഇത് തുടങ്ങിയില്ല. ഞാൻ ഇത് ക്രാഷ് ഒന്നുമില്ല, പേര് മാത്രമേ ഉള്ളൂ ക്രാഷ് ഉണ്ട്. ആരെയും ഷെയർ ചെയ്താ വേണ്ടി തരാം. എല്ലാം ഇങ്ങനെ പോകും കേട്ടോ. സോ സിമ്പിൾ എന്തായിരിക്കും? സിംപ്ലി ദ ന്യൂ ബെല്ലാർഡ് സ്കോർ എവിടെയും കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും പഠിച്ചപ്പൂ കേട്ടോണ്ടില്ല? ഇല്ല, ശരിയല്ലേ? പഠിച്ചപ്പൂ കേട്ടോണ്ടോ? ഇല്ല, ഉണ്ടോ? ഇല്ലല്ലോ. പഠിച്ചു കണ്ടോ? പഠിച്ചുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഉണ്ടോ? ഞാൻ കേൾക്കാറില്ല. OBG ഇഷ്ടം സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷെ ഇന്ന് പഠിപ്പിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടം സബ്ജക്ട് OBG ആണ്. OBG പീഡിയാട്രിക് ഇല്ലേ? OBG പീഡിയാട്രിക് എപ്പോഴും ഇഷ്ടപ്പെട്ടു. പക്ഷെ അന്നൊക്കെ എന്താണ് ഈ സിലബസിനകത്തില്ലേ പേര്? ഞാൻ സിലബസ് കണ്ടായിരുന്നു. സിലബസ് അയച്ച് കണ്ടായിരുന്നു ആരെങ്കിലും? വായിച്ചു ആരെങ്കിലും? വായിച്ചായിരുന്നില്ലേ? വായിച്ചു ഒന്നെടുത്തു. അതിനകത്ത് ഈ പേരുണ്ടോ? അതിനകത്ത് ഇത് ന്യൂ ബെല്ലാർഡ് സ്കെയിൽ പേരുണ്ടോ? ദ ന്യൂ ബെല്ലാർഡ് സ്കെയിൽ പേരുണ്ടോ? ഉണ്ട്. ഞാൻ അയക്കാനും പഠിപ്പിക്കാനും കാരണമുണ്ട്. ഈ സംഭവം എന്താ? ജസ്റ്റേഷൻ ഏജ് നോക്കാൻ വേണ്ടി എന്ന് പറഞ്ഞത് ഒന്നാമത്തെ കാര്യം. ജസ്റ്റേഷൻ ഏജ് അസസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തപ്പോ ഒന്നാമത്തെ കാര്യം എന്താ? ഇത് സിംപ്ലി എന്താ?
സിമ്പിൾ എന്തായിരിക്കും? ഫിസിക്കൽ ആൻഡ് ന്യൂറോ മസ്കുലർ. അതെ ICU ആണോ ഇത്? NIC നോക്കാറുണ്ടോ ആരെങ്കിലും? NICU നോക്കാറുണ്ടോ? ശാലിനി പറഞ്ഞ പോലെ തന്നെ NICU നോക്കാറുണ്ടോ? ആർക്കാ നോക്കുന്നത്? അമ്മയുടെ കുഞ്ഞിനാണോ? ആദ്യം അറിവ് കരുതാണ്. ഇത് മദറിനാണോ കുഞ്ഞിനാണോ? NICU കുട്ടിക്കല്ലേ. സിംപിളി എന്ന് നോക്കുന്നത് ഫിസിക്കലും ആൻഡ് ന്യൂറോ മസ്കുലർ the characteristics of the maturity ആണോ? Physical and the neuromuscular the characteristics of the maturity ആണോ? ഇവിടെ കുഞ്ഞിന്റെ മെച്ചൂരിറ്റി നോക്കുന്നത് the new Bellard scale എപ്പോഴും കുഞ്ഞിന്റെ മെച്ചൂരിറ്റി ആണ് നോക്കുന്നത്. ചോദ്യം അതാണ്. the new Bellard scale-നകത്ത് എപ്പോഴും കുഞ്ഞിന്റെ മെച്ചൂരിറ്റി ആണോ നോക്കുന്നത്? the new Bellard scale-നകത്ത് 38 വീക്കായോ അല്ലയോ എന്നല്ല, 38 വീക്കായോ അല്ലയോ എന്നല്ല നോക്കുന്നത്. നോക്കുന്നത് എന്താ? കുഞ്ഞിന്റെ മെച്ചൂരിറ്റി അല്ലേ കുഞ്ഞിന്റെ മെച്ചൂരിറ്റി അസസ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സ്കെയിൽ ഏതാ? കുഞ്ഞിന്റെ മെച്ചൂരിറ്റി അസസ് ചെയ്യാൻ വേണ്ടി, അറിയാനും വേണ്ടി നോക്കുക സ്കെയിൽ ഏതായിരിക്കും? The new Bellard scale. വീണ്ടും ചോദ്യം വരും, ഇത് എപ്പോ നോക്കും? എത്ര വീക്ക് തൊട്ട് എത്ര വീക്ക് തൊട്ട് നോക്കും? അവിടെയും ചോദ്യം വരും. സ്കെയിൽ എപ്പോഴും യൂസ് ചെയ്യുന്നത്, സ്കെയിൽ എപ്പോഴും നല്ല യൂസ്ഫുൾ ആവുന്നത് എത്ര വീക്ക് തൊട്ട് എത്ര വീക്കിനകത്തുള്ള കുട്ടികൾ നോക്കുന്നത്. ജസ്റ്റേഷൻ എത്ര വീക്ക് മുതൽ എത്ര വീക്കിനകത്തുള്ള ആൾക്കാരാണ് എപ്പോഴും the new Bellard scale നോക്കുന്നത്? 20 മുതൽ 28 വീക്കിനകത്തുള്ള ആൾക്കാർക്ക്, 20 മുതൽ 28 വീക്കിനകത്തുള്ള ആൾക്കാർ. ഏജ് ഗ്രൂപ്പ് ഇമ്പോർട്ടന്റ് ആണ്. ചോദ്യം വരും the new Bellard scale അസസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഏജ് ഗ്രൂപ്പ് ഏതാണ്? the new Bellard scale അസസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഏജ് ഗ്രൂപ്പ് ഏതാണ്? ഞാൻ കറക്റ്റ് എക്സാക്ട് ആയിട്ട് ചോദ്യങ്ങളും ഉത്തരവും പറയാണ്. ഇത് ഏത് ഏജ് ഗ്രൂപ്പിലാണ് the new Bellard scale യൂസ് ചെയ്ത് അസസ് ചെയ്യാൻ വേണ്ടി? 20 മുതൽ 28 വീക്ക് അല്ലേ? കിട്ടി? ഇത്രയും കിട്ടിയോ? യെസ്. ഇനി നെക്സ്റ്റ് എന്താ പഠിക്കുന്നത്? ഇത് ഫ്രീ ടൈം അല്ലേ? എന്താ പഠിക്കുന്നത്? ഫ്രീ ടൈം അല്ലേ? അല്ലേ? ഇതേ ഫ്രീ ടൈം ബേബിയുടെ ദ മെയിൻ ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെ പ്രത്യേകമുണ്ട് കുട്ടികൾ? പ്രത്യേകമുണ്ട്. ഫ്രീ ടൈം എന്ന് പറയുമ്പോഴേ എന്താ പ്രത്യേകത? ഫ്രീ ടൈം ബേബീസ് എന്ന് പറയുമ്പോൾ എന്താ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്? അറിഞ്ഞു പഠിക്കും, കാണാൻ പഠിക്കുക, അറിഞ്ഞു പഠിക്കും. പറഞ്ഞു NICU-ലൊക്കെ ജോലി ആൾക്കാരോട് പറഞ്ഞു ഫ്രീ ടൈം ബേബിയുടെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം പറഞ്ഞ് ഞാൻ എല്ലാം റെഡ് മാർക്ക് മാർക്കറുണ്ട്. എന്താ ചെയ്യും? വെയിറ്റ് കുറവാണ് കൂടുതലാണ്? വെയിറ്റ് കുറവ് കൂടുതലാണ്? പറഞ്ഞു. വെയിറ്റ് കുറവാണോ കൂടുതലാണോ? ഫ്രീ ടൈം എന്ന് പറയുമ്പോൾ വെയിറ്റ് കുറവാണോ കൂടുതലാണോ? പറഞ്ഞേ എന്നാ മെയിൻ കാര്യങ്ങളുള്ളത്. വെയിറ്റ് എപ്പോഴും ലെസ് എത്രയാ? 2.5 kg താഴെ. വെയിറ്റ് എപ്പോഴും 2.5 kg താഴെയല്ലേ? ഫ്രീ ടൈം ബേബി എന്ന് പറയുമ്പോഴും വെയിറ്റ് 2.5 kg താഴെ. ചോദ്യം വരും ഫ്രീ ടൈം ബേബി എന്ന് പറയും വെയിറ്റ് എപ്പോഴും 2.5 kg താഴെയല്ലേ വരുന്നത്? മാർക്ക് ചോദ്യം പോയി കേട്ടോ. ഫ്രീ ടൈം എന്ന് പറയുമ്പോഴും വെയിറ്റ് 2.5 kg താഴെയാണ് വരുന്നത്. മാത്രമല്ല അതേ ഫ്രീ ടൈം ബേബിയുടെ ലെങ്ത് നിങ്ങൾ പഠിക്കാതെ പോകും. എപ്പോഴും വെയിറ്റ് മാത്രം പഠിക്കില്ലേ? എപ്പോഴും 2.5 kg താഴെയാണെന്ന് മാത്രം വെയിറ്റ് മാത്രം പഠിച്ചുകൊണ്ട് പോകും. പക്ഷെ എക്സാമിന് എപ്പോഴെങ്കിലും ലെങ്ത് ചോദിച്ചാൽ എന്ത് ഉത്തരം എഴുതും? ആ ലെങ്ത് എത്ര തരും? ചോദ്യം വരും. ഇനിയുള്ള എക്സാമിന് ചോദ്യം ലെങ്ത് ചോദിക്കും. 44 ആണോ, 47 ആണോ, 50 ആണോ,
64ആണോ? കഴിഞ്ഞ എക്സാമിൽ ചോദ്യം ആയിരുന്നു 64ആണോ 47ആണോ 54? ഇതായിരിക്കും 40 ലെങ്ത് ചോദിക്കും. The length is less than 44 സെന്റിമീറ്റർ. 44 സെന്റിമീറ്റർ താഴെയായിരിക്കും പ്രീ ടൈം വേരിയബിൾ ലെങ്ത്. വെയിറ്റ് 2.5 kg താഴെ, വെയിറ്റ് 2.5 kg താഴെയും, ലെങ്ത് ലെസ് ദാൻ 44 സെന്റിമീറ്റർ ആയിരിക്കും. ക്ലിയർ? റെഡ് ആണ്, കാണുന്നുണ്ടോ? റെഡ് മാർക്ക് കിട്ടിയോ? വെയിറ്റ് 2.5 kg താഴെ, ലെങ്ത് 44 താഴെ, 44 സെന്റിമീറ്റർ താഴെ. കിട്ടിയല്ലോ. ഇനി എവിടെയെങ്കിലും ഇത് ക്രൗൺ ഹീൽ ലെങ്ത് കേട്ടിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും എക്സാമിന് ക്രൗൺ ഹീൽ ലെങ്ത് കേട്ടിട്ടുണ്ടോ? ക്രൗൺ, കിരീടം. എനിക്ക് ഇത് പറയും. വേറെ ഒരു പഴയ സിനിമ ഉണ്ടല്ലോ, ഏ സിനിമയുടെ? ശ്രീനിവാസൻ നോക്കിയിട്ടുണ്ട്. ഏ സിനിമയുടെ? ശ്രീനിവാസൻ മോഹൻലാലിനൊക്കെ ഉള്ള ഒരു കിരീടം നോക്കി പോകുന്നത്. അക്കരെ അല്ലേ? ആണോ? അക്കരെ ഓർമ്മയുണ്ടല്ലോ, അതൊക്കെ ഓർമ്മയുണ്ടല്ലേ? കിരീടം. സോ ദ ക്രൗൺ ഹീൽ ലെങ്ത് എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ അത്? ആലോചിച്ച് നോക്കിയേ. സിമ്പിൾ ആണ്. ആ പേര് നോക്കണ്ട, ഇത് ക്രൗൺ നോക്കണ്ട, പേര് നോക്കിയാണ്. ക്രൗൺ ഹീൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആ ഒരു ബോർഡ് തൊട്ട് കാല് വരെ ലെങ്ത് ആണോ? ക്രൗൺ ഹീൽ എന്ന് പറയുമ്പോൾ ബോർഡ് തൊട്ട് കാല് വരെയുള്ള ലെങ്ത് ആണോ? ആ ഒരു ടോപ്പ് ഓഫ് ദ ലെങ്ത് തൊട്ട് ഹീല് വരെയുള്ള ഫൂട്ടല്ലേ? ഫൂട്ട് ലെങ്ത് എന്താ? ഇത് ക്രൗൺ ഹീലല്ലേ? ശരിയല്ലേ? ആ ബോഡിയുടെ ഏറ്റവും ടോപ്പ് തൊട്ട് കാല് വരെയുള്ള ലെങ്തിനെ പറയുന്ന പേരെന്താ? ബോഡിയുടെ ഏറ്റവും ടോപ്പായ എന്താ? ടോപ്പ് എന്താണ്? ഹെഡാണോ? ഹെഡല്ലേ? ഹെഡ് തൊട്ട് ഫൂട്ട് വരെയുള്ള ലെങ്തിനെ പറയുന്ന പേരെന്താ? ക്രൗൺ ഹീൽ ലെങ്ത് അല്ലേ? ഹെഡ് തൊട്ട് ഫൂട്ട് വരെയുള്ള ലെങ്തിനെ പറയുന്ന പേരെന്താ? ക്രൗൺ ഹീൽ ലെങ്ത് വിളിക്കാം. അതെപ്പോഴും 47 സെന്റിമീറ്റർ താഴെ ആയിരിക്കില്ലേ പ്രീ ടൈം ബേബിക്ക്? പ്രീ ടൈം ബേബി ആണെങ്കിൽ എപ്പോഴും ക്രൗൺ ഹീൽ ലെങ്ത് എപ്പോഴും 47 സെന്റിമീറ്റർ താഴെ ആയിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ക്രൗൺ ഹീൽ ലെങ്ത് ചോദിച്ചാൽ ഹെഡ് തൊട്ട് കാല് വരെയുള്ള ലെങ്ത് ആണ് ആദ്യം പറയേണ്ടത്. അതാണ് ക്രൗൺ ഹീൽ ലെങ്ത്. ഇതുവരെ കേൾക്കാത്ത വാക്കായിക്കോട്ടെ, പഠിക്കാത്ത വാക്കായിക്കോട്ടെ, ഓർമ്മിക്കുക. ക്രൗൺ ഹീൽ ലെങ്ത് ഹെഡ് തൊട്ട് കാല് വരെ ലെങ്ത് ആണ്. പക്ഷെ പ്രീ ടൈം ബേബി എത്തുമ്പോൾ 47 സെന്റിമീറ്റർ താഴെയായിരിക്കും എപ്പോഴും ക്രൗൺ ഹീൽ ലെങ്ത് എന്ന് പറയുന്നത്. ക്ലിയർ? ക്ലിയറായോ? അയക്കും കേട്ടോ. ഇപ്പോൾ ഞാൻ ക്ലാസ് കഴിഞ്ഞ ശേഷം അയക്കും കേട്ടോ. എനിക്ക് ആ നമ്പർ എടുത്തൊന്ന് മെസ്സേജ് ഇടാൻ ഞാൻ അയക്കും കേട്ടോ. കാണുന്നില്ല, റെക്കോർഡ് കാണുന്നില്ല സാർ. ഫോൺ മിസ്സായി പോയി. അതുകൊണ്ടും അങ്ങനെ ആയിരിക്കുന്നുണ്ടോ? മിസ്സായി പോയി. ഫോൺ കംപ്ലൈന്റ് ആണ്. ഫോൺ അപ്ഡേറ്റ് ആയി പോയി. ഫോൺ സ്റ്റോറേജ് ഫുള്ളായി പോയി. എന്നെ ഉറക്കം കളയുന്ന ആൾക്കാർ നിങ്ങളല്ലേ? സത്യമല്ലേ? സത്യം പറഞ്ഞാൽ അത് ഉറങ്ങുമ്പോഴേ ആരെങ്കിലും മെസ്സേജ് അയക്കും, സാർ മിസ്സായി പോയി. പക്ഷെ അത് അയച്ചു കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരും. കാരണം രാത്രി ഇവിടെ 1 മണിക്ക് അയാൾ പഠിക്കാൻ ഇരിക്കും എന്ന് പറയുമ്പോൾ എനിക്ക് ഉറക്കം വരും. ഇപ്പൊ 1 മണിക്ക് ചോദിക്കുമ്പോൾ സാർ അയച്ചൊരു പഠിക്കാനാണെന്ന് പറയാൻ എനിക്ക് ഉറക്കം വരോടെ? ഇപ്പൊ നിങ്ങൾക്ക് ഉറക്കം വരും? നിങ്ങളുടെ അടുത്താണെങ്കിലും പഠിക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ 1 മണിക്ക് ഉറക്കം വരും? 1 മണി ചോദിക്കും, ഉറക്കം വരോടെ? ഇല്ല, വരില്ല. രാവിലെ 4 മണി ചോദിച്ചാലോ? 4 മണി ചോദിച്ചാലോ? 5 മണിക്ക്, 6 മണിക്ക്, 7 മണിക്ക് 2 ദിവസമായിട്ട് ഉറക്കമില്ല. ഉറക്കമുണ്ടോ? എല്ലാവർക്കും ഉറക്കമുണ്ടോ? സെപ്പറേറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കി റെക്കോർഡെല്ലാം അയച്ചിട്ടും മിസ്സാവുന്നു. നിങ്ങൾ ഈ പറഞ്ഞ ക്രൗൺ ഹീൽ ലെങ്ത് കണ്ടിട്ടുണ്ടല്ലോ, ആ ഒരു പേരിട്ടുണ്ടല്ലോ, ക്രൗൺ ഹീൽ ലെങ്ത് കേട്ടിട്ടുണ്ടല്ലോ. എക്സാമിൽ ചോദിക്കാറുണ്ട്. ക്രൗൺ ഹീൽ ലെങ്ത് പേര് എവിടെയും പഠിച്ചുകൊണ്ടിരിക്കും. ആൻഡ് ക്രൗൺ
ഇത് റം ലെങ്ത് ഉണ്ടോ? റം കേട്ടോണ്ടെങ്കിലും റം ലെങ്ത് കേട്ടോണ്ടെങ്കിലും ക്രൗൺ ഹീൽ ലെങ്ത് പോലെ തന്നെ എവിടെയെങ്കിലും ക്രൗൺ റം ലെങ്ത് കേട്ടോണ്ടെങ്കിലും കേട്ടിട്ടുണ്ടോ? അത് ഏത് കുട്ടിയത് പറയാ? ഇത് ഹെഡ് തൊട്ട് ഫൂട്ട് എന്ന് പറയുന്നത് ഇത് ക്രൗൺ ഹീലാണോ ഓർ ദ ക്രൗൺ റംബ് ആണോ? ദ ഹെഡ് തൊട്ട് ഫൂട്ട് വരെയുള്ളത് ചോദ്യം വരുവേ, ഹെഡ് തൊട്ട് ഫൂട്ട് വരെയുള്ളത് ദ ക്രൗൺ ഹീലാണോ ഓർ ദ ക്രൗൺ റംബ് ആണോ? ഹീലല്ലേ. അപ്പൊ എന്താ റംബ് എന്ന് പറയുന്നത്? എന്താ ആ ഹെഡിന്റെ ഏറ്റവും ടോപ്പ് തൊട്ട് ഏത് പറയാ? ബട്ടക്സ് വരെയുള്ള ലെങ്ത് ആണോ? ഹെഡിന്റെ ടോപ്പ് തൊട്ട് ബട്ടക്സ് വരെയുള്ള ലെങ്തിനെ പറയുന്ന പേരെന്താ? ഹെഡിന്റെ ടോപ്പ് തൊട്ട് ബട്ടക്സ് വരെയുള്ള ലെങ്തിനെ പറയുന്ന പേരെന്താ? ദ ക്രൗൺ റം ലെങ്ത് എന്ന് വിളിക്കല്ലേ? റം മറ്റേ റമ്മല്ല, റം RUMP കേട്ടോ. നിങ്ങളെ ചേട്ടൻ ഹസ്ബൻഡ് കൊണ്ടുപോയി റമ്മല്ല, ഇതുകൊണ്ടോ? ഹസ്ബൻഡ് കൊണ്ടുപോയി റമ്മല്ല, റംബ് RUMP ഇതുകൊണ്ടോ? ക്രൗൺ റം ലെങ്ത് എന്താ? ഹെഡിന്റെ ടോപ്പ് തൊട്ട് ബട്ടക്സ് വരെ, ബട്ടക്സിന്റെ ബോട്ടം വരെയുള്ള ലെങ്തിനെ പറഞ്ഞ പേരെന്താ? ദ ക്രൗൺ റം ലെങ്ത് വിളിക്കുക. എപ്പോഴും ഇത് പ്രീ ടൈമിനകത്ത് 37 സെന്റിമീറ്റർ താഴെ ആയിരിക്കും. പ്രീ ടൈം ബേബീസിനകത്ത് എപ്പോഴും ദ റം ലെങ്ത് എപ്പോഴും 37 സെന്റിമീറ്റർ താഴെ ആയിരിക്കും. രണ്ട് കാര്യം എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആയോ? ചോദിക്കട്ടെ, ഇത് ഹെഡ് തൊട്ട് ഫൂട്ട് വരെ ലെങ്ത് ഏതാ? ഹെഡ് തൊട്ട് ഫൂട്ട് വരെയുള്ള ലെങ്ത് ഏതാ? ദ ക്രൗൺ ഹീൽ ആണോ റംബ് ആണോ? ഹീൽ. എത്ര സെന്റിമീറ്റർ? എത്ര ലെസ്സാ? 47 താഴെയാണെങ്കിൽ ദ ക്രൗൺ ഹീൽ അല്ലേ? 47 താഴെയാണെങ്കിൽ ദ ക്രൗൺ ഹീൽ. ഇനി അതേ ഹെഡ് തൊട്ട് ദ ബട്ടക്സിന്റെ ബോട്ടം വരെ ആരാ? ഏതാ? ദ ക്രൗൺ റംബ് ആണ്. ലെസ് ദാൻ 37 സെന്റിമീറ്റർ. ഇത്ര ക്ലിയർ ആയി? മനസ്സിലായോ എന്തുകൊണ്ടാണ് ഡീറ്റെയിൽ പഠിപ്പിക്കുന്നത്? മനസ്സിലാരെങ്കിലും എന്തുകൊണ്ടാണ് ഡീറ്റെയിൽ ആയി ഇപ്പോഴും പഠിപ്പിക്കുന്ന കാര്യം മനസ്സിലായോ? പക്ഷെ ചെയ്യേണ്ട കാര്യം ആ റിസർച്ച്, എഡ്യൂക്കേഷൻ, മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യും. റിസർച്ച്, എഡ്യൂക്കേഷൻ, മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യും. കിട്ടിയല്ലോ? കിട്ടാത്ത ആരെങ്കിലും ഈ മെസ്സേജ് കേട്ടോ, മെസ്സേജ് ചെയ്യാം. ഇതിന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോഴേ രാവിലെ ഉച്ചയ്ക്ക് എപ്പോഴും ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് റിസർച്ച്, എഡ്യൂക്കേഷൻ, മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ കേട്ടുണ്ടോ? മീൻ, മീഡിയൻ, മോഡ് കിട്ടിയല്ല. ഞാൻ എഴുതിയ നോട്ടും എഴുതാതെ നോട്ടും കിട്ടിയല്ല. കിട്ടിയല്ലോ ഇറക്കും. കിട്ടി. പഠിച്ചോ അതൊക്കെ? മീൻ, മീഡിയൻ, മോഡൊക്കെ മീൻ അവസരം പഠിക്കാൻ നോക്കരുതേ. പഠിച്ചു എല്ലാവരും മീൻ, മീഡിയൻ, മോഡ് പഠിച്ചു. ഇപ്പൊ വായിക്കട്ടോ. അത് ഏറ്റവും അവസാനം ആഴ്ച പഠിക്കുന്ന കാര്യമാണ്. ഞാൻ എന്റെ ടൈം ടേബിൾ വെച്ചിട്ട് അവസാന ആഴ്ചയല്ലേ, ലാസ്റ്റ് ആഴ്ചയല്ലേ. കാരണം ഇപ്പൊ പഠിച്ച മറന്നുപോയില്ലേ അതൊക്കെ. ഇപ്പോ മാനേജ്മെന്റ്, റിസർച്ച്, അഡ്മിനിസ്ട്രേഷൻ പഠിച്ച മനസ്സിൽ. പക്ഷെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇത് ലൈവായി പഠിപ്പിച്ചു കഴിഞ്ഞാൽ മറന്നുപോകും. പക്ഷെ നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പഠിക്കുന്നു. ഈ രണ്ടുമില്ലേ ഞാൻ ഈ പറഞ്ഞ കാര്യം. ഇത് ക്രൗൺ ലെങ്ത്തും ആൻഡ് ക്രൗൺ ഹീലും അത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? അവിടെ ഒരു ചോദ്യമുണ്ട്. ക്രൗൺ ഹീലും ആൻഡ് ക്രൗൺ ലെങ്ത്തും എപ്പോഴാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആവുന്നത്? അറിയാം, നിങ്ങൾ പലർക്കും അറിയാം. ദ ക്രൗൺ ഹീലും ദ ക്രൗൺ ലെങ്ത്തും എപ്പോഴാണ് ഇമ്പോർട്ടന്റ് ആവുന്നത്? ആരും എപ്പോഴും ചോദിച്ചിട്ടുണ്ടോ?
എന്റെ കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? എപ്പോഴെങ്കിലും ആരടുത്ത് ചോദിച്ചിട്ടുണ്ടോ ഡോക്ടർ കുട്ടി ആൺകുട്ടിയായിരിക്കും പെൺകുട്ടിയായിരിക്കും? ആരെങ്കിലും എപ്പോഴെങ്കിലും ആരടുത്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ കുട്ടി ആൺകുട്ടിയായിരിക്കോ പെൺകുട്ടിയായിരിക്കും? സ്കാനിങ് സമയത്തോ എപ്പോഴെങ്കിലും ആരടുത്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ കുട്ടിയാ? അവിടെ കല്യാണം കഴിഞ്ഞ ആൾക്കാർ മാത്രമേ കല്യാണം കഴിഞ്ഞ ആൾക്കാർ മാത്രം ചോദിക്കുക. ഓക്കെ ഓക്കെ. ആ സെക്സ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഈ പറഞ്ഞ அந்த ക്രൗൺ ഹീലും വെച്ച് அந்த ക്രൗൺ റമ്പും വെച്ച് സെക്സ് ഐഡന്റിഫൈ ചെയ്യപ്പെട്ടു. ഇത് ആർക്കും അറിയുന്ന കാര്യം. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ നിങ്ങൾ പലതും കാണാറില്ലേ? അത് കണ്ടുപിടിക്കുന്നത് എന്ത് വെച്ചാണ്? ഒരു കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് ഐഡന്റിഫൈ ചെയ്തത് ഈ പറഞ്ഞ ദ ക്രൗൺ ഹീലും ആൻഡ് ക്രൗൺ റമ്പ് വെച്ച്. മറക്കരുത്. അറിയില്ലല്ലോ. അറിയില്ലല്ലോ. അറിയാമോ? അറിയാമോ? ഇല്ലല്ലോ. ഇല്ല. ഇത് വെച്ചാട്ടോ വർഷങ്ങൾ അറിയില്ലല്ലോ. വർഷങ്ങൾ കാണാറുണ്ടല്ലേ? ആ സ്കാനിങ് സെന്ററിന്റെ ഫ്രണ്ട് ഭാഗത്ത് കുട്ടിയുടെ സെക്സ് കണ്ടുപിടിക്കുന്നത് കുറ്റകരമാണ്, ഇത്ര വർഷം ശിക്ഷ കിട്ടും. അറിയാമല്ലോ. അറിയാമല്ലോ. അവർക്ക് സ്കാനിങ്ങിന്റെ ഫ്രണ്ട് ഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട് കുട്ടിയുടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത് ശിക്ഷാർഹമാണ്, വർഷങ്ങളുടെ പണിഷ്മെന്റ് കിട്ടും, അകത്താക്കോ അകത്താക്കോ അകത്താക്കോ. സ്കാനിങ്ങിൽ നോക്കുന്ന സമയത്ത് സ്കാൻ റിപ്പോർട്ടിനകത്ത് ഇത് ക്രൗൺ ഹീലും ഉണ്ട്, ക്രൗൺ റം ലെങ്ത് ഉണ്ട് കേട്ടോ. നോക്കണം കേട്ടോ. ഇനി ആരെങ്കിലും ഇത് പ്രഗ്നന്റ് ആവുന്ന സമയത്ത് നോക്കൂ. ഇതിന് വേണ്ടി പ്രഗ്നന്റ് ആവണ്ട. ഓക്കെ. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം പ്രഗ്നന്റ് ആവണ്ട. കേൾക്കുന്നുണ്ടോ? സാറ് പറഞ്ഞു ഇമ്പോർട്ടന്റ് ആണ്, യൂസ് ചെയ്യണം, അറിയണം. ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലെന്നാണോ? ശ്രദ്ധിക്കണ്ട. എക്സ്ട്രാ കഴിയട്ടെ. ഓക്കെ. നോക്കണ്ട. ഇപ്പൊ നോക്കണ്ട. പഠിക്കണ്ട. രണ്ട് ഇമ്പോർട്ടൻറ്റ് സെക്സ് ഐഡന്റിറ്റി ചോദിക്കാൻ ഇത് 27ാമത്തെ വീക്ക് എത്തുമ്പോഴേ മിക്കവാറും ഈ പറഞ്ഞ കുട്ടിയുടെ സെക്സ് കണ്ടുപിടിക്കുമ്പോൾ അറിയാലോ. അറിയില്ലേ? 27ാമത്തെ വീക്ക് എത്തുമ്പോൾ കുട്ടിയുടെ സെക്സ് ആണാണോ പെൺകുട്ടിയാണോ എന്ന് കണ്ടുപിടിച്ച് കേട്ടോ. നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. 27 വീക്ക് എത്തുന്ന സമയത്ത് നീ അറിയുമോ കുട്ടിയുടെ സെക്സ് എപ്പോഴും ആണാണോ പെൺകുട്ടിയാണോ എന്ന് സ്കാനിങ് ചെയ്യുമ്പോൾ പറയുന്നില്ലേ? ഇത് വെച്ചല്ലേ. ക്ലിയർ? 27 വീക്ക് സമയത്ത് കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ കുട്ടിയും പറഞ്ഞപ്പോൾ ഇതൊക്കെ വെച്ച കേട്ടോ. സോ കുട്ടിയുടെ പ്രീ ടൈം ആണ് ഇത്ര വെയിറ്റ്. കുട്ടി വീണ്ടും ചോദിക്കരുത്. കുട്ടിയുടെ പ്രീ ടൈം ആണ് ഇത്ര 2.5 kg താഴെ ആയിരിക്കും. ലെങ്ത് എത്രയാ? 44 സെന്റിമീറ്റർ താഴെ ആയിരിക്കും. വെയിറ്റ് 2.7 താഴെയും, ലെങ്ത് 44 സെന്റി താഴെ ആയിരിക്കും അല്ലേ? ആൻഡ് ക്രൗൺ ഹീൽ എന്ന് പറയുന്നത് എന്താ? ക്രൗൺ ഹീൽ ലെങ്ത് എന്ന് പറയുന്നത് എന്താ? ഹെഡ് തൊട്ട് ബോട്ടം ഓഫ് ബട്ടക്സ് വരെയാണോ? ഹെഡ് തൊട്ട് ബോട്ടം ഓഫ് ബട്ടക്സ് വരെയാണോ? ക്രൗൺ ഹീൽ എന്ന് പറയുമ്പോൾ ഫൂട്ടാണോ ബട്ടക്സ് ആണോ? ക്രൗൺ ഹീൽ എന്ന് പറയുമ്പോ പറഞ്ഞേ ഫൂട്ട് എത്രയാ? എത്ര സെന്റിമീറ്ററാ? ഫൂട്ട് എത്ര സെന്റിമീറ്ററാ? 47. ലെസ് 47 അല്ലേ? ഇനി ക്രൗൺ ഇത് റമ്പ് എന്ന് പറയാ. റമ്പ് എന്താ? ഹെഡ് തൊട്ട് ബട്ടക്സിന്റെ ബോട്ടം വരെയല്ലേ? ഹെഡ് തൊട്ട് ബട്ടക്സിന്റെ ബോട്ടം വരെ ലെസ് ദാൻ 37 സെന്റിമീറ്റർ ആയിരിക്കും. എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താ പഠിക്കുന്നത്? പ്രീടൈം ബേബിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ? പ്രീടൈം ബേബിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ? ഫസ്റ്റും സെക്കൻഡും മാത്രം വളരെ ഡീറ്റെയിൽ പറഞ്ഞില്ലേ? ഇനി ഇത് ബ്രസ്റ്റ് നോഡ്സ് ആയിരിക്കും. പ്രീടൈം ബേബി എടുക്കുമ്പോൾ ബ്രസ്റ്റ് നോഡ്യൂൾസ് ആയിരിക്കും. പ്രീടൈം ബേബി എടുക്കുമ്പോൾ ബ്രസ്റ്റ് നോഡ്യൂൾസ് ആയിരിക്കും. ലെസ് എത്ര ആയിരിക്കും? ലെസ് ദാൻ 5 mm താഴെ. പ്രീടൈം ബേബി എടുക്കുമ്പോൾ ബ്രസ്റ്റ് നോഡ്യൂൾസ് എപ്പോഴും 5 mm താഴെ ആയിരിക്കും. ടെസ്റ്റിസ് താഴോട്ട് വരും. ബ്രസ്റ്റ് നോഡ്യൂൾസ് 5 mm താഴെയാണ്. ബ്രസ്റ്റ് നോഡ്യൂൾസ് 5 mm താഴെയാണ്. ടെസ്റ്റിസ് താഴോട്ട് ഇല്ലല്ലോ. ഇല്ല. എവിടെയെങ്കിലും ഈ പറഞ്ഞ അബ്ഡോമിനൽ ക്യാവിറ്റിയിലോ സ്ക്രോട്ടൽ സാക്കിലോ എവിടെ ഇരിക്കത്തില്ലേ?
ശരിയല്ലേ? ദ ടെസ്റ്റിക്കിൾസ് ഒരിക്കലും ഡിസെൻഡ് ചെയ്യില്ല. ദ പ്രീടൈം ബേബിയിൽ എപ്പോഴും ദ ടെസ്റ്റിക്കിൾസ് ഒരിക്കലും ഡിസെൻഡ് ചെയ്യില്ല. എവിടെയെങ്കിലും അബ്ഡോമിനൽ ക്യാവിറ്റിയിലോ അതോ വേറെ എവിടെയാണ്? വേറെ എവിടെയാ? അബ്ഡോമിനൽ ക്യാവിറ്റി സ്ക്രോട്ടൽ സൈക്കിളില്ലേ? സ്ക്രോട്ടൽ സൈക്കിളില്ലേ? അവിടെ എന്ത് ചെയ്യും? ഇരിക്കുമല്ലേ? താഴുമല്ലേ? അല്ലേ? അറിയില്ല. ആൺകുട്ടിയാണതല്ലേ? ആൺകുട്ടിയാണതല്ലേ? പക്ഷെ പെൺകുട്ടിയാണെങ്കിലോ? പെൺകുട്ടി എന്താ? പെൺകുട്ടി പ്രത്യേകം എന്താ? ലേബിയം മെജോർ എന്തായിരിക്കും? പെൺകുട്ടിയാണെങ്കിൽ ഫീമെയിൽ എന്തായിരിക്കും? ലേബിയം മെജോർ എങ്ങനെയിരിക്കും? നല്ല വൈഡ്ലി സെപ്പറേറ്റ് അല്ലേ? പെൺകുട്ടിയാണെങ്കിൽ ഫീമെയിൽ ആണെങ്കിൽ ലേബിയ മെജോർ എപ്പോഴും വൈഡ്ലി ആയിരിക്കില്ലേ? ഫീമെയിൽ ആണ് എപ്പോഴും ലേബിയ മെജോർ എപ്പോഴും വൈഡ്ലി ആയിരിക്കില്ലേ? വൈഡ്ലി സെപ്പറേറ്റ് ആയിരിക്കും. മറക്കരുത്. പെൺകുട്ടിയാണെങ്കിൽ ഫീമെയിൽ ബേബിയാണ് എപ്പോഴും ലേബിയ മെജോർ എപ്പോഴും വൈഡ്ലി ആയിരിക്കും. വേറെ എന്തൊക്കെ അവിടെ ഇത് എക്സ്പോസ് ആയിരിക്കും? ലേബിയം മെജോറ വൈഡ്ലി ആണെന്ന് പറഞ്ഞു. വേറെ എന്തൊക്കെ അവിടെ എക്സ്പോസ് ആയിരിക്കും? ഫീമെയിൽ ആണെങ്കിൽ ക്ലിറ്റോറസ് എക്സ്പോസ് ആണോ? ഫീമെയിൽ ആണെങ്കിൽ ലേബിയം മെജോർ എക്സ്പോസ് ആണ്. ക്ലിറ്റോറസ് എക്സ്പോസ് ആണോ? ആണ്. ക്ലിറ്റോറസ് എക്സ്പോസ് ആണ്. അവിടെ ആണ് ആണ് ആണ്. ഇനി ഇമ്പോർട്ടന്റ് കാര്യം എക്സാമിൽ ചോദിക്കുന്നതാണ്. സ്കാർഫ് സൈൻ എന്ന് പറഞ്ഞാൽ എന്താ? പല സൈനും പഠിച്ചുകൊണ്ട് ഹോമൺ സൈൻ എന്നും പല സൈനും പഠിക്കും. പക്ഷെ ഇമ്പോർട്ടന്റ് ആണ് സ്കാർഫ് എന്താ? സ്കാർഫ് എപ്പോഴും പ്രീടൈമിൽ കാണുന്ന സൈനാണ്. പ്രീടൈം ബേബീസ് കാണുന്ന സൈനാണ് സ്കാർഫ് സൈൻ. സ്കാർഫ് ആലോചിച്ച് നോക്കി. ഏനിയോ എവിടെയും കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ലല്ലോ. എവിടെയും കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഓപ്ഷനോ? എവിടെ എവിടെ ഓപ്ഷൻ ആണോ? ഓപ്ഷൻ ആണോ? പെൻഡ്രൈവ് ഓപ്ഷൻ വേണോ? കേട്ടുണ്ടോ? ഇല്ല. ഇല്ലെന്ന് പറയും. ഇല്ല. സ്കാർഫ് കേട്ടുണ്ടോ? ആരുടെ കാര്യം പറയുന്നത്? ശ്രദ്ധിച്ചേട്ടോ. ഇപ്പൊ പറയുന്ന കാര്യം ആരുടെ കാര്യം പറയുന്നത്? പ്രീ ടൈം അല്ലേ? ഇപ്പോൾ പറയുന്ന കാര്യം ആരുടെ കാര്യം പറയുന്നത്? പ്രീ ടൈം അല്ലേ? ആ ഒരു കാര്യം. സെക്കൻഡ് കാര്യം, നോർമലി ഒരു കുട്ടിയുടെ ഒരു പിക്ചർ കാണും പോലെ ആ ഒരു കുട്ടി കൈയില്ലേ, കുഞ്ഞിന് കൈ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ മസിൽ പിടിക്കില്ലേ? ആ ഒരു പിക്ചറിൽ കാണും പോലെ നോർമലി ആണെങ്കിൽ കുട്ടിയുടെ കൈ ഒരു സൈഡിലോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഉണ്ടാകും. നോർമൽ കുട്ടിയാണെങ്കിൽ കൈ അങ്ങോട്ട് വളച്ചു കൊണ്ടുവരുമ്പോൾ റെസിസ്റ്റൻസ് ഉണ്ടാകാറില്ലേ? ഉണ്ടാകും. പക്ഷേ പ്രീ ടൈം ആകുന്ന സമയത്ത് ഇത് മിഡ് ലൈനോട്ട് കൈ ക്രോസ് ചെയ്യുമ്പോൾ ആ ചെസ്റ്റിന്റെ മിഡ് ലൈനോട്ട് ആ കൈ ക്രോസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും റെസിസ്റ്റൻസ് ഉണ്ടാവും? ഇല്ല. കൈ ഈസി ആയിട്ട് ചെസ്റ്റിനെ ക്രോസ് ചെയ്യാൻ പറ്റും. നോർമൽ ആണെങ്കിൽ ഒരു മസിൽ പിടിക്കാറില്ലേ? ശരിയല്ലേ? നോർമൽ ആണെങ്കിൽ മസിൽ പിടിക്കാറില്ലേ? ആണല്ലോ. ആണിത് ഇതിലെ ബെല്ലസ്കോ പറഞ്ഞ കാര്യ. എല്ലാ സ്കോറല്ലേ കുഞ്ഞെ? സയൻസ് എല്ലാം പറയുന്നില്ലേ? പറഞ്ഞേ. ഇത് നോർമൽ ഉണ്ടായിരിക്കും. സാധാരണ കുട്ടികൾ ഉണ്ടായിരിക്കും. ഇത് നോർമൽ ആണെങ്കിൽ മസിൽ പിടിക്കാറില്ലേ? ഒരു കുട്ടി നോർമൽ ആണെങ്കിൽ മസിൽ പിടിക്കാറില്ലേ? പിടിക്കും. പക്ഷെ അതേസമയം പ്രീടീകരണമാണെങ്കിൽ ആ കൈ ചെസ്റ്റിനെ ക്രോസ് ചെയ്യുമ്പോൾ മസിൽ പിടിക്കും? ഇല്ല. പ്രീടൈം ബേബി ആണെങ്കിൽ ആ ചെസ്റ്റിന് മുകളിലോട്ട് കൈ കൊണ്ടുവരുമ്പോൾ ഒരിക്കലും മസിൽ പിടിക്കാൻ നിൽക്കാറില്ല. സോ ആ സൈൻ എന്താ? സ്കാർഫ് സൈൻ അല്ലേ? സ്കാർഫ് സൈൻ അല്ലേ? സ്കാർഫ് അല്ലേ? ആലോചിച്ച് നോക്കിയുടെ. നോർമൽ പിടിക്കൂടെ? നോർമൽ ആണെങ്കിൽ കുഞ്ഞിന്റെ കൈ ഇങ്ങോട്ട് കൊണ്ടുവരും. ആ പിക്ചറിൽ കാണും പോലെ പിടിക്കില്ലേ?
പക്ഷെ പ്രീ ടൈം ആണെങ്കിൽ മിഡ് ലൈൻ എടുത്ത ചെസ്റ്റിന്റെ മിഡ് ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ ഒരിക്കലും മസിൽ പിടിക്കാറില്ല. ആ സമയത്ത് സ്കാർഫ് പിടിക്കുക അല്ലെ, ഈസി ആയിട്ട് ചെസ്റ്റ് ക്രോസ് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് എപ്പോഴും പ്രീ ടൈം ബേബിയിൽ ചെസ്റ്റ് ക്രോസ് ചെയ്യാൻ പറ്റും. പ്രീ ടൈം ബേബീസിൽ എപ്പോഴും ഈസി ആയിട്ട് എപ്പോഴും ചെസ്റ്റ് ക്രോസ് ചെയ്യാൻ കൈകൾക്ക് പറ്റും. ക്ലിയർ? സ്കാർഫ് കിട്ടിയല്ലോ, സ്കാർഫ് കിട്ടിയല്ലോ. യെസ്. ഇനി ഇതേ പ്രീ ടൈം ബേബിയിലെ ഇത് നൈൽസ് എങ്ങനെയാ? പ്രീ ടൈം ബേബീസിൽ നൈൽസ് എങ്ങനെ? നൈൽസ് എങ്ങനെയാ? ഷോർട്ടാണോ? 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 ഷോർട്ട് അല്ലേ? ഷോർട്ട് അല്ലേ? ആണോ? അത് കാലും കൈയും ഇത് ഡെവലപ്പ് ആണോ? കാലും കൈയും ഇത് ഡെവലപ്പ് ആണോ? ആണോ? കാലുകളും കൈകളും ഡെവലപ്പ് ആണോ? അല്ല അല്ലേ? കാലും കൈയും ഡെവലപ്ഡ് ആണോ? അല്ല അല്ല അല്ല. മറക്കരുത്, മറക്കരുത്. ഇത് നൈൽ ഷോർട്ട് ആണ്, കാലും കൈയും കംപ്ലീറ്റ്ലി ഡെവലപ്പ് അല്ല. അത് ഇയേഴ്സ് എങ്ങനെയാ? അതിന്റെ കാതെങ്ങനെ? കാത് ഇയേഴ്സ് എങ്ങനെ? ഇയേഴ്സ് സോഫ്റ്റ് ആണോ അതോ അവിടെ ഈ പറഞ്ഞ കടലേജ് ഉണ്ടോ? പ്രീ ടൈം ബേബിയുടെ കാതിനകത്ത് കടലേജ് ഉണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ല. പ്രീ ടൈം ബേബി ആണെങ്കിൽ ഇയേഴ്സ് എപ്പോഴും സോഫ്റ്റ് ആണ്. കാരണം എന്താ? പ്രീ ടൈം ബേബി ആണ് എപ്പോഴും ഇയേഴ്സ് എപ്പോഴും സോഫ്റ്റ് ആണ്. കാരണം അവിടെ കാർലേജ് എപ്പോഴും ആബ്സെന്റ് ആണ്. ഇത് ഇയറിലുള്ള കാർലേജ് എപ്പോഴും പ്രീ ടൈമിനകത്ത് ആബ്സെന്റ് ആണ്. ഇനി എന്താ പ്രത്യേകത? പ്രീ ടൈം ബേബീസിൽ പറയുന്നതെല്ലാം പ്രീ ടൈം ആണ്. സക്കിങ്ങും സോളും റിഫ്ലക്സ് ഉണ്ടോ? പ്രീ ടൈം ബേബീസിൽ സക്കിങ്ങും സോളും റിഫ്ലക്സ് ഉണ്ടോ? പൂർ സക്കിങ് അല്ലേ? റിഫ്ലക്സ് എപ്പോഴും പൂർ അല്ലേ? പൂർ അല്ലേ? ഇനി വേറെ എന്തോ എല്ലാ എക്സും കാണാറുണ്ട്. ഇത് ലാനുഗോ എന്നും വെർണിക്സ് കാസിയോസ് കേട്ടിട്ടുണ്ടെങ്കിലും ലാനുഗോ വെർണിക്സ് കാസിയോസ് ഉണ്ടോ? അത് ഇവർക്ക് ഉണ്ടായിരിക്കും. ഉണ്ടോ? അബണ്ടന്റ് അല്ലേ? ഒരുപാടല്ലേ? കൂടുതലല്ലേ? എപ്പോഴും പ്രീ ടൈം ബേബീസ് എപ്പോഴും ലാനുഗോയും വെർണിക്സ് കാസിയോസ് എപ്പോഴും അബണ്ടന്റ് ഒരു കൂടുതലല്ലേ ഇവർക്ക്? ആ പ്രീ ടൈം മൊത്തം ക്ലിയർ ആയി. പ്രീ ടൈം എന്ന് പറയുന്നത് മൊത്തം ക്ലിയർ ആയി. പ്രീ ടൈം എന്ന് പറയുന്ന കാര്യം മൊത്തം ക്ലിയർ ആയി. ക്ലിയർ 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 ക്ലിയർ. ഒരു ചാപ്റ്റർ ക്ലിയർ ആയി. ഒരു ചാപ്റ്റർ ക്ലിയർ ആയി. എല്ലാരും ഇപ്പൊ ഉള്ള എല്ലാരും പറയണം. ഇവിടെ നിന്ന് ഇത് മാത്രമേ ചോദിക്കത്തുള്ളൂ. ഇവിടെ നിന്ന് ഈ ഒരു ചാപ്റ്റർ പ്രീ ടൈം എന്ന് പറയുമ്പോൾ ഇത് മാത്രം പഠിക്കും. ഓക്കെ, നെക്സ്റ്റ് ഓളീസ് അറിഞ്ഞുണ്ടോ? ക്ലിയർ 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 പറഞ്ഞു. ക്ലിയർ ആയോടെ ഇത്രയും ക്ലിയർ ആയോടെ. യെസ്, അറിഞ്ഞുണ്ടോ? ഒരു ഇത് 2 ബ്രേക്ക് കേട്ടോ. ഒരു 2 ബ്രേക്ക്, ഒരു കറക്റ്റ് 10:35 ബ്രേക്ക്, 10:35 ബ്രേക്ക്, 10:35 ബ്രേക്ക്. ഓടിപ്പോട്ട് അടുത്ത ചാപ്റ്റർ ആണ്, നെക്സ്റ്റ് ചാപ്റ്റർ ആണ്. ഓടിപ്പോട്ട് 10:35 ബ്രേക്ക്, ഓടിപ്പോട്ട് ഓടി IUG നെക്സ്റ്റ് ചാപ്റ്റർ.
സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ കേട്ടോ, കേട്ടോ അയച്ചത്. അത് ഞാൻ പഠിപ്പിക്കോ, ഇന്ന് അയച്ചത് കേട്ടോ, അയച്ചത്. സ്റ്റാർട്ട് ചെയ്യണേ, സ്റ്റാർട്ട് ചെയ്യണേ, സ്റ്റാർട്ട് ചെയ്യോളേ, സ്റ്റാർട്ട് ചെയ്യാമോ, സ്റ്റാർട്ട് ചെയ്യാമോ? എത്തിയല്ലോ. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയോ? ക്ലിയർ ആയല്ലോ? ക്ലിയർ? സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് അഡ്മിഷൻ ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ. 47 കിട്ടിയല്ലേ? ഇപ്പൊ എത്ര കിട്ടിയത്? ക്വസ്റ്റ്യൻ എത്ര കിട്ടി? 47 47 50 50 കിട്ടിയായിരുന്നല്ലോ. 50 കിട്ടി. ഈ വെച്ചത് 50 കിട്ടും. 50 കിട്ടിയാണ്. 50 കിട്ടിയോ? അത് കിട്ടാണ്ടോ? ആർക്കെങ്കിലും കിട്ടാണ്ടോ? ആർക്കെങ്കിലും കിട്ടാനുണ്ടോ? 50 വരെ എല്ലാവർക്കും കിട്ടിയോ? 50 വരെ എല്ലാവർക്കും കിട്ടിയോ? വായിച്ചു വയ്ക്കുന്നത്. വായിച്ചു. കാര്യമുണ്ട്, കാര്യമുണ്ട്. വായിച്ചോല്ലേ, വായിച്ചോല്ലേ, വായിച്ചും വർക്കൗട്ട് ചെയ്ത് നോക്കിയോ? കാര്യമുണ്ട്. വായിച്ചു വർക്കം നിൽക്കും. വായിച്ചും വർക്കൗട്ട് ചെയ്ത് നോക്കിയോ? എല്ലാവരും വായിച്ചും വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ 50. ഇനി പറയാം കാര്യം, ഇനി പറയാം. കാരണം ഇന്നത്തെ 50 ദിവസമല്ലേ, ലാസ്റ്റ് 10 ദിവസം ഇപ്പോൾ ഫുള്ള് തിയറി കംപ്ലീറ്റ് ചെയ്ത ശേഷം ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻസ് നോക്കില്ലേ? ശരിയല്ലേ? ശരിയല്ലേ? ലാസ്റ്റ് ദിവസങ്ങളിൽ നമ്മൾ ക്വസ്റ്റ്യൻസിലെ പഠിക്കുന്നത്. ഫുൾ തിയറീസ് പഠിച്ച ശേഷം അവസാന ക്വസ്റ്റ്യൻസ് നോക്കുന്നത് അല്ലേ? ശരിയല്ലേ? അവസാന ക്വസ്റ്റ്യൻസ് നോക്കുന്നത്. അത് മുൻകൂട്ടി വായിച്ചൂടെ? അത് മുൻകൂട്ടി പഠിച്ചൂടെ? അവിടെ ഒരു പ്രശ്നം അറിയാമോ? അവിടെ പ്രശ്നം എന്നറിയാമോ? ആ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ പറഞ്ഞത് തിയറി പഠിക്കില്ല. ശരിയല്ലേ? ഞാൻ ഓപ്പണായി പറയാം, അവിടെ ഈ പറഞ്ഞത് ക്വസ്റ്റ്യൻ പഠിക്കുന്ന സമയത്ത് ഈ തിയറി സ്കിപ്പ് ചെയ്യാറില്ലേ? ഇനി ക്വസ്റ്റ്യൻ പഠിച്ചാൽ മതി, തിയറി വേണ്ട, സ്കിപ്പ് ചെയ്യാറില്ലേ? അത് വരാൻ പാടില്ല, അത് വരാനും പാടില്ല, ആർക്കും വരാൻ പാടില്ല. ആദ്യമേ തിയറി കംപ്ലീറ്റ് ചെയ്യുക, ആദ്യമേ തിയറീസ് കംപ്ലീറ്റ് ചെയ്യുക. ശേഷം ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് നമുക്ക് എന്താണ് ഡിസ്കഷൻ ലാസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോ ഇത് OMR ഇത് ബബിൾ ചെയ്യുക, തെറ്റട്ടെ. ഇപ്പോ ഇത് OMR ഒരു ദിവസം തിയറി പഠിക്കുന്ന സമയത്ത് കിട്ടുന്ന ഗ്യാപ്പിൽ OMR ബബിളി പഠിക്കുമല്ലോ. OMR ബബിളി പഠിക്കുമല്ലോ. അത് മസ്റ്റാ, അത് മസ്റ്റാ, അത് മസ്റ്റ്. OMR ബബിളി പഠിക്കണം. സ്പീഡുണ്ടോ?
അല്ലെങ്കിൽ അറിയാലോ, OMR വെളിയിൽ പോയാൽ മാർക്കില്ല, എല്ലാം സ്കാനിങ് ഇപ്പോഴും. സാറ് ഇവിടെ നോക്കുന്നതല്ല, സ്കാനിങ് അല്ലേ ഇപ്പോഴും, സ്കാനിങ് അല്ലേ ഇത്, OMR സ്കാനിങ് അല്ലേ ഇപ്പോഴും, സ്കാനിങ് ആണോ അല്ലയോ? അല്ലാതെ ഒരു സാർ നോക്കുന്നതാണോ? അല്ല. ഒരു സാർ നോക്കുന്നതാണോ മാർക്ക്? അല്ല, സ്കാനിങ് അല്ലേ ഇപ്പോഴും. സ്കാനിങ് സമയത്ത് OMRന്റെ വെളിയിൽ ഒരു ബബിളിംഗ് പോയി കഴിഞ്ഞാൽ മാർക്ക് കിട്ടോ? സ്കാനിങ് സമയത്ത് OMRന്റെ വെളിയിൽ ഇത് ബബിളിംഗ് പോയി കഴിഞ്ഞാൽ മാർക്ക് കിട്ടോ? ഇല്ല, അത് ഇൻകംപ്ലീറ്റ് കിട്ടും. ഇൻകംപ്ലീറ്റ് ആയാലും കിട്ടില്ല. ബബിളിംഗ് ഇൻകംപ്ലീറ്റ് ആയാലും ബബിളിംഗ് പുറത്തോട്ട് പോയാലും കിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത പേന വാങ്ങിച്ച് ഞാൻ യൂസ് ചെയ്ത് കാണിച്ചത് ഇതാട്ടോ. ഞാൻ ഇത് 3 rupees പെന്നില്ലേ, ഇതാ. ഞാൻ എത്ര വർഷമായാലും ഇത് 3 rupees പെന്നില്ല. അറിയാം, കേട്ടോ? കേട്ടോ? രംഗത്തുണ്ട് ഇപ്പൊ തന്നെ. ഇനി കൊണ്ടുണ്ടോ ആരെങ്കിലും? കണ്ടുണ്ടോ? ഞാൻ ഒരു 6-7 വർഷമായിട്ട് എപ്പോഴും ഈ പേരയാണ്. കാണുന്നുണ്ടോ? എല്ലാം കാണിക്കുന്നത്, ഞാൻ ഓപ്പണാ പറയുന്നത്, ഞാൻ ഒന്നും കളം പറയില്ല. എല്ലാം ഓപ്പണാ, ഞാൻ എല്ലാം ഓപ്പണാ പറയുന്നു. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന പെൻ. ഇനി കാണിക്കണമെങ്കിൽ അത് കാണിക്കാം. വേണ്ട, കാണിക്കുന്നില്ല, വേണ്ട. ഇത് ഞാൻ പെൻ, ഇത് കാണിക്കില്ല. എന്ത് കാണിക്കണോ? ഇത് കാണിക്കണോ? വേണ്ട, കാണിച്ചില്ല. ഇത് ഡയറി. ഇതിനകത്ത് നിങ്ങളെല്ലാം പേരുണ്ട്, എല്ലാവരുടെയും കാര്യങ്ങളുണ്ട്, എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്, എല്ലാ ക്ലാസ്സിന്റെ കാര്യങ്ങളുണ്ട്. അടുത്ത 2 മാസം ക്ലാസ് ഫുൾ ക്ലാസ് ഉണ്ട്. ഞാൻ പഠിപ്പിക്കും. ഓക്കെ, പഠിക്കുക. എത്ര അക്കൗണ്ട്സ് ഉണ്ട് എല്ലാ കയ്യിലും? ഒരു 10,000-ത്തിന് മുകളിൽ അക്കൗണ്ട് ബാലൻസ് ഉണ്ടോ എല്ലാ കയ്യിലും? ഒരു 10,000-ന്റെ മുകളിൽ എല്ലാവരുടെ കയ്യിൽ അക്കൗണ്ട് ബാലൻസ് ഉണ്ടോ? എല്ലാവരുടെ കയ്യിലും 10,000-ത്തിന് മുകളിൽ അക്കൗണ്ട് ബാലൻസ് ഉണ്ടോ? 10, 20,000, 30,000 ഉണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. പെട്ടെന്ന് ഒരു എമർജൻസി എന്ത് ചെയ്യും? പെട്ടെന്ന് ഒരു എമർജൻസി വന്നാൽ എന്ത് ചെയ്യും? വരാതിരിക്കട്ടെ, ചോദിക്കുകയാണ്. പെട്ടെന്ന് ഒരു എമർജൻസി വന്നാൽ എന്ത് ചെയ്യും? ഹസ്ബൻഡ് ഡിപ്പെൻഡ് ചെയ്യും, കടം വാങ്ങിക്കും, സ്വർണം പണയം വെക്കും. കടം വാങ്ങി എന്ത് ചെയ്യും? ആ സിറ്റുവേഷനിൽ ജോലി എന്ത് ചെയ്യും? ആ സിറ്റുവേഷനിൽ ജോലി ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സേഫ് അല്ലേ? എത്ര ലക്ഷം ജോലി ലോണിട്ടില്ലേ? ജോലി വേണ്ടേ? അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു വീട് വെക്കണം, ഒരു ലോൺ വേണമെങ്കിൽ ജോലി ഇട്ടില്ലേ? ആ ജോലിക്കാർ ലോൺ ഇട്ടില്ലേ? ഒരു വീട് വെക്കണം, പുതിയ വീട് വെക്കണം. എന്റെ സ്വപ്നമല്ല നിങ്ങളെല്ലാരും സ്വപ്നമാണ് ഒരു വീട് വെക്കാൻ. ജോലി ഇട്ടില്ലേ? ലോൺ കിട്ടില്ലേ? വീട് വെക്കണമെങ്കിൽ ലോൺ കിട്ടില്ലേ? കിട്ടില്ലേ? ഒരു വീട് വെക്കണമെങ്കിൽ ഒരു പുതിയ വീട് വെക്കണം. നാളെ രാവിലെ എണീക്കുമ്പോ തോന്നി വീട് വെക്കണം, ലോൺ എടുത്തൂടെ? സാലറി പിടിക്കില്ലേ? അത് എത്ര ലക്ഷം തരും? ലക്ഷങ്ങൾ തരും. നിങ്ങൾ ചോദിക്കും ലക്ഷങ്ങൾ. ഈ പറഞ്ഞ സ്റ്റേറ്റ് ബാങ്ക് ഇല്ലേ? സ്റ്റേറ്റ് ബാങ്ക് അറിയാലോ, SBI അറിയാലോ, സ്റ്റേറ്റ് ബാങ്ക് അറിയാലോ, അവരുടെ സാലറി. അവർ എത്ര ലക്ഷം കേട്ടോ? ഒരു സ്റ്റാഫ് നേഴ്സ് പോയി ചോദിക്കുന്ന സമയത്ത് അവർ എത്ര ലക്ഷം വേണമെങ്കിൽ എന്താണ് ലോൺ തരും. വേണ്ടതൊക്കെ ആ കാറുണ്ടോ ഈ പറഞ്ഞ പുതിയ വീട് വെക്കണമെന്ന്? ഇതിനകത്ത് ആർക്കെങ്കിലും പുതിയ വീട് വെക്കാൻ ആഗ്രഹമുണ്ടോ? പുതിയ വീട് വെക്കണമെന്ന് ആഗ്രഹമുണ്ടോ? പുതിയ വീട് വെക്കണം ഉണ്ടോ? പഠിക്കൂഞ്ഞെ, എന്റെ കുഞ്ഞ് പഠിക്കേ. എന്താ പഠിച്ചപ്പോ? ഇതുവരെ എന്താ പഠിച്ചത്? ഇതുവരെ പഠിച്ചത് എന്താ?
എന്താ പ്രീ ടൈം അല്ലേ? പ്രീ ടൈം അല്ലേ? പ്രീ ടൈം. നൗ എന്താണ് ഇത് IUGR എന്താ? നൗ എന്താണ് IUGR എന്താ? ഇൻട്രാ യൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ ആണോ? ഇതിനകത്ത് ഒരു കാര്യമാ, ഇതിനകത്ത് ഒരു കാര്യമില്ലേ? ഇതിനകത്ത് വരുന്ന കാര്യമാണോ IUGR? ഇതിനകത്ത് ഒരു കാര്യമാണോ IUGR? നിങ്ങൾ സെപ്പറേറ്റ് പഠിക്കുമെങ്കിലും ഇതിനകത്ത് വരുന്നതാണോ? ഇൻട്രാ യൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ വരുന്നതാണോ? ആണല്ലേ? എന്ത് സംഭവം എന്താ IUGR എന്ന് പറയുന്നത്? IUGR എന്ന് പറയാൻ എന്താ? ചോദ്യം വരും, എപ്പോഴും ചോദ്യം തരുക, എന്താ IUGR? എന്തായിരിക്കും IUGR എന്നായിരിക്കും? ഇത് വെയിറ്റ് കുറവാണ്, ശരി, വെയിറ്റ് കുറവാണ്. നമ്മൾ നോർമലി പ്രതീക്ഷിക്കുന്ന, നമ്മൾ നോർമലി എക്സ്പെക്ട് ചെയ്യുന്ന ജസ്റ്റേഷൻ ഏജിന്റെ ഒരു 10% കുറവായിരിക്കും. നമ്മൾ നോർമലി എക്സ്പെക്ട് ചെയ്യുന്ന ജസ്റ്റേഷൻ ഏജിനെക്കാട്ടിലും ഒരു 10% എപ്പോഴും വെയിറ്റ് കുറവായിരിക്കുമോ? അതാ ഉത്തരം. നമ്മൾ എപ്പോഴും നോർമലി എക്സ്പെക്ട് ചെയ്യുന്ന, നോർമലി പ്രതീക്ഷിക്കുന്ന ജസ്റ്റേഷൻ ഏജിന്റെ 10% എപ്പോഴും കുറവായിരിക്കല്ലേ? ഫോർ എക്സാമ്പിൾ, ഒരു പ്രതീക്ഷിക്കാറുണ്ട്, ഇന്ന് 3 kg പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഒരു 2.8 kg വരാറില്ലേ? ഒരു 3 kg പ്രതീക്ഷിച്ചാൽ 2.8 kg വരാറില്ലേ? വരാറില്ലേ? അപ്പൊ ഇത് ബർത്ത് വെയിറ്റിന്റെ 10% വിളിക്കാം. നോർമലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ബർത്ത് വെയിറ്റിന്റെ 10% കുറഞ്ഞാൽ എന്ത് കണ്ടീഷനാണ്? നോർമലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ബർത്ത് വെയിറ്റിന്റെ 10% കുറഞ്ഞാൽ എന്ത് കണ്ടീഷനാ? IUGR അല്ലേ? നോർമലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ബർത്ത് വെയിറ്റിനേക്കാൾ 10% കുറഞ്ഞാൽ IUGR കണ്ടീഷൻ ശരിയല്ലേ? ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഇവിടെ ചോദ്യം വരുന്നത് എത്ര ടൈപ്സ് ഉണ്ടെന്നാണ്. ഇമ്പോർട്ടന്റ് ചോദ്യം പെടുന്ന ഭാഗം IUGR എപ്പോഴും എത്ര ടൈപ്സ് ഉണ്ട്? 2 ടൈപ്സ് ഓഫ് IUGR ഉണ്ട് കേട്ടോ. എപ്പോഴും 2 ടൈപ്സ് ഓഫ് IUGR ഉണ്ട്. ഏതൊക്കെയാ? ഇൻട്രാ യൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ എപ്പോഴും 2 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാ? ഫസ്റ്റ് വൺ ഈസ് സിമെട്രിക്കൽ അല്ലെങ്കിൽ ഹൈപ്പോപ്ലാസ്റ്റിക്, അല്ലെങ്കിൽ എന്തായിരിക്കും? സ്മാൾ ഫോർ ദ ഡെഡ് ബേബീസ് അല്ലേ? ഫസ്റ്റ് ഓൺ സിമെട്രിക്കൽ അല്ലെങ്കിൽ ഹൈപ്പോപ്ലാസ്റ്റിക്. ആ 2 വാക്കും ആദ്യം മറക്കരുത്. സിമെട്രിക്കൽ എന്നും ഹൈപ്പോപ്ലാസ്റ്റിക്കും ഉണ്ട്. സിമെട്രിക്കലും ഹൈപ്പോപ്ലാസ്റ്റിക് എന്ന് പറയുന്ന 2 വാക്ക് ആദ്യം മറക്കരുത്. മൂന്നാമത്തെ പേരെന്താ? സ്മാൾ ഫോർ ദ ഡെഡ് ബേബീസ്. മറക്കരുത്. ഏത്? സിമെട്രിക്കൽ, ഹൈപ്പോപ്ലാസ്റ്റിക്. വാക്ക് വെച്ച് ഉത്തരം കിട്ടുന്നില്ലല്ലോ, അത് ടേം വെച്ച് ഉത്തരം കിട്ടുന്നില്ലല്ലോ. എങ്ങനെ ആലോചിച്ചാലും ടേം വെച്ച് ഒരിക്കലും ആൻസർ കിട്ടുന്നില്ലല്ലോ. സിമെട്രിക്കൽ കിട്ടുന്നില്ല, ഹൈപ്പോപ്ലാസ്റ്റിക് അറിയില്ല. കിട്ടുന്നുണ്ടോ? സിമെട്രിക്കൽ അല്ലെങ്കിൽ ഹൈപ്പോപ്ലാസ്റ്റിക് എന്തായിരിക്കും? ഇല്ല. കുഞ്ഞിന്റെ അത് IUGR ഫസ്റ്റ് ടൈപ്പാ. IUGR ഫസ്റ്റ് ടൈപ്പ് ആയിരിക്കും. കുഞ്ഞിന്റെ കൈയും കാലും ബോഡിയിലെ എല്ലാ ഓർഗൻസും ഒരുപോലെ, എല്ലാ സ്ട്രക്ചേഴ്സും വെയിറ്റ് കുറവെന്ന് വിളിക്കാം. വെയിറ്റും സൈസും കുഞ്ഞിന്റെ കൈയും കാലും മാത്രമല്ല, ഓർഗൻസും എല്ലാ സ്ട്രക്ചേഴ്സും ഒരുപോലെ വെയിറ്റ് കുറവാണെങ്കിൽ, സൈസ് കുറവാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? കുഞ്ഞിന്റെ കൈയും കാലും മാത്രമല്ല, ബോഡിക്കകത്തുള്ള എല്ലാ ഓർഗൻസും എല്ലാ സ്ട്രക്ചേഴ്സും ഒരുപോലെ വെയിറ്റ് കുറവാണെങ്കിൽ എന്ത് വിളിക്കാം? കുഞ്ഞിന്റെ കൈ കുറവാണ്, കാല് കുറവാണ്, ഓർഗൻസ് എല്ലാം, സ്ട്രക്ചേഴ്സ് എല്ലാം വെയിറ്റ് കുറവാണെന്ന് വിളിക്കാം. ഒരുപോലെ ചെറുതാണെന്ന് വിളിക്കാം. സിമെട്രിക് അല്ലെങ്കിൽ ഹൈപ്പോപ്ലാസ്റ്റിക് വിളിച്ചൂടെ? ഒരുപോലെ ഓർഗൻസും ഈ പറഞ്ഞ എല്ലാ സ്ട്രക്ചേഴ്സും കൈയും കാലും എല്ലാം ഒരുപോലെ വെയിറ്റ് കുറവാണെന്ന് വിളിച്ചൂടെ? പറയുകയാണെങ്കിൽ സിമെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൈയും കാലും തലയുണ്ടോ? ഹെഡുണ്ടോ? സിമെട്രിക് എന്ന് പറയുമ്പോ കൈ, കാല്, തല ആൻഡ് ട്രങ്ക് പറയാറില്ലേ? ഹെഡ്, ഹാൻഡ്, ലെഗ്സ് അത് ട്രങ്ക് പറയാറില്ലേ? സിമെട്രിക് എന്ന് പറയുമ്പോൾ ഹെഡ് കുറയാറുണ്ട്,
അത് ലെഗ്സ് കുറയാറുണ്ട്, ഹാൻഡ്സ് കുറയാറുണ്ട്. ആ ട്രങ്ക് മൊത്തത്തിൽ ചെറുതാണെങ്കിൽ ഇത് വിളിക്കാം, മൊത്തത്തിൽ ചെറുതാണെങ്കിൽ ഇത് വിളിക്കാം. സിമെട്രിക്കൽ അല്ലേ? ആ കൈയും കാലും തലയും അതുപോലെ ട്രങ്കും എല്ലാം ഒരുപോലെ സൈസ് കുറഞ്ഞ് വിളിക്കാം. സിമെട്രി അല്ലെങ്കിൽ ഹൈപ്പോപ്ലാസ്റ്റിക് ഇത് വിളിക്കാം. മറക്കരുതേ, IUGR ഫസ്റ്റ് ക്ലിയർ കിട്ടിയോ എക്സാമിന്? എല്ലാവർക്കും ഇത് കമ്മ്യൂണിറ്റി അനലിസിനകത്ത് ഇത് ഇയേഴ്സ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇയേഴ്സിന്റെ റെക്കോർഡ് നോട്ട്സ് കിട്ടിയായിരുന്നു, ഇയേഴ്സിന്റെ റെക്കോർഡ് കിട്ടിയായിരുന്നു. കമ്മ്യൂണിറ്റിക്കകത്ത് ഇയേഴ്സിന്റെ റെക്കോർഡിങ്ങും നോട്ട്സ് കിട്ടിയായിരുന്നു. കമ്മ്യൂണിറ്റിയുടെ ഇയേഴ്സിന്റെ റെക്കോർഡ് നോട്ട് ഇന്ന് അയച്ചു കേട്ടോ. ഇന്നാലും ചോദിക്കുക, കിട്ടാൻ ആൾക്കാരല്ലേ ചോദിച്ചു കേട്ടോ. അവിടെ എപ്പോഴും ചോദ്യം ഉണ്ടെന്ന് അറിയാമോ? കിട്ടിയില്ലേ? ഇല്ലേ? അയച്ചു കണ്ടോ. എപ്പോഴും ഇത് ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ ഇനിഷ്യേറ്റീവ് അല്ലേ? എപ്പോഴും ദ ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ ഇനിഷ്യേറ്റീവ് ആൻഡ് MTP, RNDCP, അതുപോലെ തന്നെ ഇത് നാക്കോ ആൻഡ് NDCP എല്ലാം ചോദിക്കാറില്ലേ? പഠിപ്പിക്കും. എങ്കിലും ഞാൻ മുൻകൂട്ടി പറഞ്ഞാണ്. ഞാൻ റെക്കോർഡിങ് ഇത് ഈ മെസ്സേജ് കേട്ടോ. ലൈവ് അറ്റൻഡ് ആൾക്കാർ മതി, ലൈവായിട്ട് ക്ലാസ് അറ്റൻഡ് ആൾക്കാർ ചോദിക്കട്ടോ. ലൈവായിട്ട് ക്ലാസ് എനിക്ക് എപ്പോഴും ലൈവ് ആവശ്യം, ശരിയല്ലേ? ലൈവ് ഉള്ള ആൾക്കാരെ ആവശ്യം. ലൈവായിട്ട് ക്ലാസ് ഞാൻ ഗ്രൂപ്പിൽ പറയാത്ത കാര്യം മനസ്സിലായോ? എന്താ കാര്യം മനസ്സിലായോ? എന്താ കാര്യമുണ്ട്, ശരിയല്ലേ? അവിടെ പഠിക്കാൻ ആഗ്രഹമുള്ളവർ മാത്രം പാസ്സായ പോലെ, പഠിക്കാൻ ആഗ്രഹം ഉള്ളവർ മാത്രം പാസ്സായ പോലെ, ഒരാൾ വിജയിക്കണമെന്ന ആഗ്രഹം ഉള്ളവർ മാത്രം പാസ്സായ പോലെ. അല്ലാതെ വരും പോകും റെക്കോർഡ് പഠിക്കാമെന്ന് പറയാൻ പറ്റുമോ? 50% തന്നെയാണ്. പറ്റുമോ? ഇഷ്ടമില്ല. ഇപ്പൊ ഇഷ്ടമുള്ള ആൾക്കാരാണ് മാക്സിമം ലൈവ് ഇപ്പൊ ഇഷ്ടം. പറ്റുമോ? എല്ലാവർക്കും പറഞ്ഞ് ആലോചിക്കണേ. ഞാൻ റെക്കോർഡ് പഠിച്ചോളാം, സാറിനെ അയക്ക്. ഫസ്റ്റ് 10 മിനിറ്റ് കേൾക്കും, പിന്നെ വേറെ ജോലിക്ക് പോകും, വീണ്ടും 10 മിനിറ്റ് കേൾക്കും, ജോലിക്ക് പോകും. പഠിക്കില്ലല്ലോ. പഠിക്കില്ല. ചോദ്യം വരും. ദ ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ സ്റ്റാർട്ട് എപ്പോഴാ? MTP ആക്ട് വന്നെപ്പോഴാ? RNDCP വന്നെപ്പോഴാ? നാക്കോ പോലുള്ള ചോദിക്കും. അത് ഞാൻ റെക്കോർഡ് ക്ലാസ് ആയിട്ട് ഇന്ന് രാത്രി ചോദിക്കില്ല കേട്ടോ. രാത്രി ഇയേഴ്സ് ഓഫ് ദ നേഴ്സിംഗ് ചോദിക്കില്ല. ഇയേഴ്സ് ഞാൻ പലർക്കും കമ്മ്യൂണിറ്റിക്കകത്ത് ഇയേഴ്സ് ചെല്ലോ. കമ്മ്യൂണിറ്റിക്ക് പലർക്കും ഇയേഴ്സ് കിട്ടി കാണും, ചോദിക്കട്ടെന്ന്. സോ ആക്ച്വലി ഇവിടെ സിമെട്രിക് പ്രശ്നം. ഇവിടെ സിമെട്രിക്കിലാണ്. സിമെട്രിക്കിൽ എന്താ പ്രത്യേകത? സിമെട്രിക് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ പ്രത്യേകത? എന്താ ഹൈപ്പർപ്ലേഷ്യ. സിമെട്രിക് ആൻഡ് ഹൈപ്പർപ്ലേഷ്യ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഹൈപ്പർപ്ലേഷ്യ എന്ന വാക്കിന്റെ മീനിങ് എന്തായിരിക്കും? സെല്ലിന്റെ സൈസ് കൂടുന്നതാണോ, സെല്ലിന്റെ പ്രൊഡക്ഷൻ കൂടുന്നതാണോ? സിമെട്രിക് എന്ന് പറയുമ്പോൾ സെല്ല് സൈസ് കൂടുന്നതാണോ, സെല്ലിന്റെ പ്രൊഡക്ഷൻ കൂടുന്നതാണോ? ഹൈപ്പർപ്ലേഷ്യ എന്ന് പറയുന്നത് സൈസ് ആണോ, പ്രൊഡക്ഷൻ ആണോ? നമ്പർ ആണോ, സൈസ് ആണോ? നമ്പർ ഓർ സൈസ്? സെല്ലിന്റെ ഹൈപ്പർപ്ലേഷ്യ എന്ന് പറയുമ്പോൾ നമ്പർ കൂടുന്നതാണോ ഓർ പ്രൊഡക്ഷൻ ആണോ? നമ്പർ അല്ലേ? അപ്പൊ ഹൈപ്പർപ്ലേഷ്യ ഈ സെല്ലിന്റെ പ്രൊഡക്ഷൻ കൂടുക അല്ലേ? അപ്പോഴേ ഈ പറഞ്ഞ കുഞ്ഞിന്റെ സെല്ലിന്റെ സൈസ് കൂടുക എന്ന് പറഞ്ഞാൽ കുഞ്ഞ് വലുതാവുന്നതാണോ? അല്ലേ? കുഞ്ഞിന്റെ സെല്ലിന്റെ സൈസ് കൂടുക എന്ന് പറയുമ്പോൾ കുഞ്ഞിന്റെ സൈസ് കൂടുക എന്നല്ലേ? കുഞ്ഞിന്റെ ബോഡിക്കകത്തുള്ള സെല്ലിന്റെ സൈസ് കൂടുക എന്ന് പറയുന്നത് കുഞ്ഞിന്റെ സൈസ് കൂടുന്നല്ലേ? അല്ലേ? ആ വലിപ്പം കൂടുന്നതാണോ? ആണല്ലേ? സോ അതല്ലേ സിമെട്രിക് അല്ലെങ്കിൽ ഹൈപ്പോപ്ലാസ്റ്റിക് എന്ന് പറയുന്നത്? സൈസ് കൂടുന്നതാ. സൈസ് കൂടുന്നത് സിമെട്രിക് ആണോ, എസിമെട്രിക് ആണോ? ഒരു കുഞ്ഞിന്റെ ബോഡിയുടെ സൈസ് കൂടുന്നത് സിമെട്രിക് ആണോ,
എസിമെട്രിക് ആണോ? കുഞ്ഞിന്റെ ബോഡിയുടെ സൈസ് കൂടുന്നത് സിമെട്രിക് ആണോ എസിമെട്രിക് ആണോ? കുഞ്ഞിന്റെ ബോഡി സൈസ് കൂടുന്നത് സിമെട്രിക്കൽ ആണോ എസിമെട്രിക്കൽ ആണോ? ചോദ്യം വരും. ബോഡിയുടെ സൈസ് കൂടുന്നത് സിമെട്രിക്കൽ ആണോ നോൺ സിമെട്രിക്കൽ ആണോ ഓർ എസിമെട്രിക്കൽ ആണോ? സിമെട്രി അല്ലേ? പറഞ്ഞേ, സിമെട്രിക്കൽ അല്ലേ? സൈസ് കൂടുന്നതാ, സൈസ് കൂടുന്നതാ പറഞ്ഞേ, സൈസ് കൂടുന്നത് കുഞ്ഞു ബോഡിയുടെ സൈസ് കൂടുന്നതാ സിമെട്രിക്കൽ. അതേസമയം സൈസ് കുറഞ്ഞതാ IUGRനകത്ത്. IUGR സൈസ് കുറഞ്ഞതാ. IUGR എടുക്കുമ്പോൾ സൈസ് കുറയുന്നതാ എസിമെട്രിക്കൽ അല്ലേ? എസിമെട്രിക്കൽ. ചില സമയത്ത് കാലിന്റെ സൈസും ചില സമയത്ത് കൈയുടെ സൈസും കുറഞ്ഞു കൊടുക്കണ്ടോ? നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും കുഞ്ഞിന്റെ കാലിന്റെ ലെങ്തും സൈസും കുറഞ്ഞു കണ്ടുണ്ടോ ആരെങ്കിലും എപ്പോഴെങ്കിലും? ഒരു ഫോട്ടോ ആയിക്കോട്ടെ, അതുണ്ടോ? കുഞ്ഞിന്റെ കാലിന്റെ സൈസ് കുറഞ്ഞിട്ടുണ്ടോ? കുഞ്ഞിന്റെ കാലോ കൈയിന്റെയോ സൈസ് കുറഞ്ഞ ഫോട്ടോ ഉണ്ടോ? ഫോട്ടോ അല്ലെങ്കിൽ നേരിട്ട് ഉണ്ടോ? ഉണ്ട്. എന്തായിരിക്കും കാരണം? അത് എസിമെട്രിക്കൽ അല്ലേ? അല്ലേ? ബോഡി സ്ട്രക്ചറിന്റെ ഡിസ്പ്രൊപ്പോർഷൻ കൊണ്ടല്ലേ? ബോഡി സ്ട്രക്ചറിലെ സൈസിന്റെ ഡിസ്പ്രൊപ്പോർഷൻ കൊണ്ടല്ലേ റെഡ്യൂസ് ആവുള്ളൂ. ചിലപ്പോ കാൽ റെഡ്യൂസ് ആവും, ചിലപ്പോ കൈ റെഡ്യൂസ് ആവല്ലേ? ശരിയല്ലേ? ശരിയല്ലേ? സോ ദ ടോട്ടൽ IUGRന്റെ 80% ആരാ? ടോട്ടൽ IUGRന്റെ 80% എപ്പോഴും എസിമെട്രിക്കൽ ആണ്. ചില സമയം കാലിന്റെ സ്ട്രക്ചർ കുറയാം, ചില സമയം കൈ കുറയാം, എന്ത് വേണേ കുറയാം. മറക്കരുത്, ചോദ്യം വരും. കിട്ടിയോ? ഇത്ര കിട്ടിയോ? ഇത് എന്തുകൊണ്ട് വരുന്നത്? എന്ത് കൊണ്ടാ വരുന്നത്? ഇത് എന്ത് കൊണ്ടാ വരുന്നത്? ഇപ്പോൾ കുട്ടി ഇത് ഡേറ്റ് ആവാൻ മുമ്പ് ജനിക്കുന്നുണ്ടാണോ? കുട്ടി ഇത് ഡേറ്റ് ആവാൻ മുമ്പേ ജനിക്കുന്നുണ്ടാണോ? കുട്ടി ഇത് ഡേറ്റ് ആവുന്ന മുമ്പ് ജനിക്കുന്നതാണോ? കുട്ടി ഇത് ഡേറ്റ് ആകുന്നതിന് മുമ്പേ ജനിക്കുന്നതാണോ? ഇത് ഡെലിവറി ആകാനുള്ള ഇത് ഡേറ്റ് ആകുന്നതിന് മുൻപ് ജനിക്കുന്നതാണോ? ആണോ? ആണോ? ആണോടെ? ആണോടെ? അല്ലേ? അല്ലേ? ആണ് അതല്ലേ? അല്ലേടെ? അതാണ്. അവിടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അവിടെ നിങ്ങൾ എപ്പോഴും നിങ്ങൾ കണ്ടു കാണും, കാണാൻ കൂടിയിരിക്കും സിമെട്രിക്കലും എസിമെട്രിക്കലില്ലേ? സിമെട്രി എന്ന് പറയുമ്പോൾ എസിമെട്രി എന്ന് പറയുമ്പോഴും ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമുണ്ട്. എക്സാമിന് ചോദിക്കും. എക്സാമിന് എസിമെട്രിക്കലും സിമെട്രിക്കലും എങ്ങനെ കണ്ടുപിടിക്കും ചോദ്യമുണ്ട്. എവിടെയെങ്കിലും കൊണ്ടേയർ ഇൻഡെക്സ് എവിടെയെങ്കിലും കൊണ്ടേയർ ഇൻഡെക്സ് എന്ന പേര് ഏതെങ്കിലും എക്സാമിനുണ്ടോ? കൊണ്ടേയർ ഇൻഡെക്സ് എന്ന പേര് ഏതെങ്കിലും എക്സാമിന് കണ്ടിട്ടുണ്ടോ? എന്റെ ചോദ്യം അതാണ്. പറയുക 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 പറയുക. സ്ഥിരം ചോദ്യമാണ്. സ്ഥിരം ചോദ്യം അതേ പറയുക. ഇല്ല. ഉണ്ട്. ഉണ്ട്. ഉണ്ടോ ഇല്ലയോ? കൊണ്ടേയർ ഇൻഡെക്സ് എന്ന പേര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ട്. എന്തിനു മിസ് ചെയ്യുന്നത്? കൊണ്ടേയർ ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ കേൾക്കാത്തവർ പഠിക്കും കേട്ടോ. എല്ലാ എക്സാമിനും സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ടോ ചോദിക്കുന്നില്ലയോ എന്ന് പറയേണ്ട ആവശ്യം എനിക്കില്ല. പക്ഷെ ഞാൻ എപ്പോഴും ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ ഞാൻ വെറുതെ പഠിപ്പിച്ചു പോകാറില്ല. ചോദിച്ചതോ കേട്ടിട്ടുണ്ടോ ചോദിക്കാറില്ല. ഇടയിലടുത്ത് വെറുതെ സ്പീഡിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? വെറുതെ സ്പീഡിൽ പഠിപ്പിച്ചിരിക്കുന്നതല്ല, ചോദിക്കാറുണ്ട്. പഠിച്ചിട്ടുണ്ടോ? കണ്ടുണ്ടോ? ഉണ്ടോ? ഉണ്ട്. എന്തിനുള്ളത്? എന്തിനു വേണ്ടിയുള്ളത്? കൊണ്ടേയർ ഇൻഡെക്സ് എന്ത് അസസ് ചെയ്യാൻ വേണ്ടിയുള്ളതാ? ചോദ്യം വരും എല്ലാ എക്സാമിനും. ഉറപ്പാ ചോദ്യം വരും, ഉറപ്പായിട്ട് ചോദിക്കും. കൊണ്ടേയർ ഇൻഡെക്സ് എന്ത് അസസ് ചെയ്യാൻ വേണ്ടിയുള്ളതാ? അതാ ചോദ്യം. വേറെ ഒന്നും പഠിക്കണ്ട. അതിന്റെ മാർക്കിങ്ങോ എത്ര കാൽക്കുലേഷനോ ഒന്നും പഠിക്കണ്ട. കൊണ്ടേയർ ഇൻഡെക്സ് എന്ത് അസസ് ചെയ്യാൻ വേണ്ടിയുള്ള യൂസ് ടു ഡിഫറൻഷിയേറ്റ് എന്താ
സിമെട്രിക്കൽ ആൻഡ് എസിമെട്രിക്കൽ IUGR. IUGR സിമെട്രിക്കൽ ആണോ എസിമെട്രിക്കൽ ആണോ എന്ന് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തത് എന്തുപയോഗിച്ചുകൊണ്ടാ? IUGR സിമെട്രിക്കൽ ആണോ, ഇൻട്രാ യൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ സിമെട്രിക്കൽ ആണോ എസിമെട്രിക്കൽ ആണോ എന്ന് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തത് എന്തുപയോഗിച്ചുകൊണ്ടാ? എന്ത് ഇൻഡെക്സ് യൂസ് കൊണ്ടാ? പൊണ്ടിയൽ ഇൻഡെക്സ്. ഇത്ര ക്ലിയർ ആണ്. ഇൻട്രാ യൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ സിമെട്രിക്കൽ ആണോ എസിമെട്രിക്കൽ ആണോ എന്ന് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഇൻഡെക്സ് പൊണ്ടിയൽ ഇൻഡെക്സ്. ക്ലിയർ അല്ല? പറഞ്ഞുതരാം. പൊണ്ടിയൽ ഇൻഡെക്സ് എപ്പോഴും ലെസ് ദാൻ 2 ആണെങ്കിൽ, പൊണ്ടിയൽ ഇൻഡെക്സ് എപ്പോഴും ലെസ് ദാൻ 2 ആണെങ്കിൽ എസിമെട്രിക്കൽ IUGR ആണ്. പൊണ്ടിയൽ ഇൻഡെക്സ് നോക്കുന്ന സമയത്ത് എപ്പോഴും ലെസ് ദാൻ 2 ആണെങ്കിൽ എസിമെട്രിക്കൽ IUGR ആണ്. മറക്കരുത്. രണ്ടിന് താഴെയാണെങ്കിൽ പൊണ്ടിയൽ ഇൻഡെക്സ് എപ്പോഴും രണ്ടിന് താഴെയാണെങ്കിൽ എപ്പോഴും എസിമെട്രിക്കൽ IUGR ആണ്. ആ രണ്ടിന് മുകളിലാണെങ്കിലോ പറയാൻ പറ്റും. 2ന് മുകളിൽ എന്തായിരിക്കും? സിമെട്രിക്കലിന്റെ രണ്ട് എന്താ വളരെ സിമ്പിൾ ഉത്തരവാണ്. 2ന് മുകളിലാണെങ്കിൽ സിമെട്രിക്കൽ IUGR-ഉം 2ന് താഴെയാണെങ്കിൽ എസിമെട്രിക്കൽ IUGR. ചോദ്യം പെടുന്ന ഭാഗം എന്തിനാണ് നമ്മൾ എപ്പോഴും പൊണ്ടിയൽ ഇൻഡെക്സ് യൂസ് ചെയ്തത്? എന്തിനു വേണ്ടി എപ്പോഴും പൊണ്ടിയൽ ഇൻഡെക്സ് യൂസ് ചെയ്തത്? എന്തിനു വേണ്ടിയാ? പൊണ്ടിയൽ ഇൻഡെക്സ് ഈസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ സിമെട്രിക്കലും എസിമെട്രിക്കലും തമ്മിലുള്ള വ്യത്യാസമാണല്ലേ IUGR തമ്മിലുള്ള ഇൻട്രാ യൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ ഉള്ള എസിമെട്രിക്കലും സിമെട്രിക്കലും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കേണ്ടല്ലേ? യെസ്. ക്ലിയർ? 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 ക്ലിയർ ആണ്? ഇതുവരെ ക്ലിയർ ആണ്? ഇതുവരെ ക്ലിയർ ആണ്? ഇതുവരെ ക്ലിയർ ആണ്? ക്ലിയർ ആയോ? ഇതുവരെ പറഞ്ഞ കാര്യം പൊണ്ടിയൽ ഇൻഡെക്സ് ക്ലിയർ ആണ്? ചോദ്യം വരും. ഇൻഡെക്സിന്റെ പേര് മറക്കരുത്. സോ നമുക്ക് കോസ്റ്റ് നോക്കണോ? കോഴ്സ് ടുമോറോ നോക്കണം. ടുമോറോ ക്ലാസ് വെക്കാം. ടുമോറോ ക്ലാസ് വെച്ചേരാം. ടുമോറോയും ക്ലാസ് വെച്ചേരാം. ടുമോറോ നോക്കണം. കോഴ്സസ് ഓഫ് IUGR. കോഴ്സസ് ഓഫ് IUGR തൊട്ട് ടുമോറോ ക്ലാസ് വെച്ചിട്ട് കോഴ്സസ് ഓഫ് IUGR തൊട്ട് ടുമോറോ ക്ലാസ് വെച്ചിട്ട് പക്ഷെ അവിടെ വരുമ്പോ എന്നെ ഓർമ്മിപ്പിക്കണം. കോഴ്സ് തൊട്ട് ഓർമ്മിപ്പിക്കണം കേട്ടോ. കാരണം 5 ബാച്ചുണ്ട്. 5 6 ബാച്ചുണ്ട്. നാളെ 6 ബാച്ച് രാവിലെ ഉച്ചയ്ക്ക് ഇടയ്ക്ക് ഈവനിങ് 6 ബാച്ചുണ്ട്. രാത്രി വരുമ്പോൾ കോഴ്സ് ആണെന്ന് പറയുമല്ലോ. കോഴ്സ് തൊട്ട് IUGR കോഴ്സ് തൊട്ട് പറയണം. ഓർമ്മിക്കുമല്ലോ. IUGR കോഴ്സ് തൊട്ട് പറയണം എന്ന് ഓർമ്മിക്കുമല്ലോ. ഓർമ്മിക്കോ? ടുമോറോ സമയത്ത് വേണം. സമയം 8 മണി വേണോ, 8:30 വേണോ, 9 വേണോ, 9 വേണോ? 8 മതിയല്ലോ. 8 മതിയല്ലോ. 8 ഇഷ്ടം. എനിക്ക് 8 ഇഷ്ടമാണ്. 8 മതിയല്ലോ. 8 മാറ്റം 8 മണി കുറച്ചിട്ട് പഠിക്കുക. 8. സോ സീ യു ടുമോറോ 8 PM കാണാം. 8 PM കാണാം. സോ ഗുഡ് നൈറ്റ്. പഠിക്കുക. റെക്കോർഡിങ്സ് ഗ്രൂപ്പ് ഇട്ട് റെക്കോർഡിങ്സ് മറ്റേ ഗ്രൂപ്പില്ലേ, മറ്റേ റെക്കോർഡ് ഗ്രൂപ്പ്